ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. കോഫി ടോക്ക് വിത്ത് PCTA സൈക്കോളജി അവറിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പി ഗുഡ് സി ഈവനിങ്. ടിയുടെ പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് സൈക്കോളജിക്കൽ വിഷയങ്ങൾ പരിചയപ്പെടുത്തുന്ന സൺഡേ ഈവനിങ് ആണെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, പരീക്ഷാകാലമാണ്. കുട്ടികളെല്ലാം പരീക്ഷയുമായിട്ടുള്ള ബന്ധത്തിൽ സ്വല്പമെങ്കിലും സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പം ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന അവസരത്തിൽ അവരുടെ മാതാപിതാക്കളുടെ റോൾ എന്താണ്? അതുകൊണ്ടാണ് ഇന്ന് മാതാപിതാക്കളെ പരീക്ഷാക്കാലമാണ് എന്നുള്ള ടൈറ്റിലോടി നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അവരുടെ പഠനം, അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരെപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും. പക്ഷെ പലപ്പോഴും മാതാപിതാക്കളും അതിനോടൊപ്പം സ്ട്രെസ്ഡ് ആണ്. ഈ സ്ട്രെസ്സ് അവർ കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആങ്സൈറ്റി കുറയ്ക്കണം, അവർ കാംനെസ്സിലേക്ക് വരണം, ഒരു ഹയർ ലെവൽ ഓഫ് അവെയർനെസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിനൊക്കെ ഓവർകം ചെയ്യാനുള്ള റിലാക്സേഷൻ ടൂൾസ്, മെഡിറ്റേഷൻ, സെൽഫ് ലവ്, അഫർമേഷൻ, ഇങ്ങനെയുള്ള ടൂളുകളൊക്കെ യൂസ് ചെയ്യുന്ന മാതാപിതാക്കളായിരിക്കണം. എന്നാൽ മാത്രമേ അത് കൃത്യമായിട്ട് കുട്ടികളിലേക്ക് അവരുടെ കാംനെസ് കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷനാണ്. മാതാപിതാക്കളെ പരീക്ഷാകാലമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി ഈ സെഷൻ എടുക്കുന്നത് ഏറെ റിനൗണ്ട് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻറ്റ് ബിഹേവിയർ തെറാപ്പിസ്റ്റും സൈക്കോളജിക്കൽ കൗൺസിലറുമായ ഡോക്ടർ ജയൻ നമ്പൂരി സാറാണ്. സാറിൻ്റെ അച്ചീവ്മെൻറ്റ്സ് പറയുമ്പം ഏകദേശം 600-ലധികം ഓൺലൈൻ സെഷൻസ് നാഷണൽ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. മൈൻക്രാഫ്റ്റ് ISO 9001 2015 സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ CEOയും ഡയറക്ടറുമാണ്. അതുപോലെ തന്നെ EQ4Peace വേൾഡ് വൈഡ് USA ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് ഇന്ത്യയിലെ. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ന്യൂസിലാൻഡ് മെൻ്റൽ ഹെൽത്ത് അസോസിയേഷൻ്റെ മെമ്പറാണ്. ഏഷ്യ പസഫിക് കരിയർ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ്റെ മെമ്പറാണ്. അതുപോലെ തന്നെ അനേകം നാഷണൽ ഇൻ്റർനാഷണൽ സെമിനാറുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ജേണൽ മൈൻഡ്ഫുൾ ടൈംസ് എന്ന് പറയുന്ന ഒരു ജേണൽ സാറ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ അസോസിയേഷൻ ഓഫ് ബിഹേവിയർ മാനേജ്മെൻറ്റ്, ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ GABM എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും ഫൗണ്ടറുമാണ്. അതുപോലെ തന്നെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ് പല കോളേജുകളിലും, കേരളത്തിന് വെളിയിലുള്ള കോളേജിലും. ഒരു കൺസൾട്ടൻറ്റ് ബിഹേവിയർ തെറാപ്പിസ്റ്റാണ്. അതുപോലെ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എല്ലാ ആഴ്ചകളിലും സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൽ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ എക്സ്പേർട്സ്, എനിക്ക് തോന്നുന്നു കേരളത്തിന് വെളിയിലുള്ളവരാണ് കൂടുതലും. അതുപോലെ ഈ പറഞ്ഞ പോലെ അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള എക്സ്പേർട്ട് ട്രെയിനേഴ്സും അതിൻ്റെ അകത്ത് പങ്കെടുക്കാറുണ്ട്. ഏകദേശം 6 അവാർഡ്സ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് മറ്റ് വിവിധ ഓർഗനൈസേഷനിൽ നിന്ന്. അതുപോലെ തന്നെ അവാർഡ് ബെസ്റ്റ് ട്രെയിനർ ബൈ ദി വേൾഡ് കോൺഗ്രസ് ഓഫ് സൈക്കോളജിസ്റ്റ് ഡ്യൂറിങ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് അറ്റ് തിരുപ്പതി, ആൻഡ് റിസർച്ച് എക്സലൻസ് അവാർഡ് ഫ്രം ഗ്ലോബൽ ബ്രിഡ്ജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എത്യോപ്യ, ആഫ്രിക്ക, ആൻഡ് ബെസ്റ്റ് ട്രെയിനർ അവാർഡ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജി തെയ്വനൈ അമ്മാൾ കോളേജ്, വില്ലുപുരം. ഇതിനോടൊപ്പം പല കോൺഫറൻസുകളും കൊളാബറേഷൻസും കണ്ടക്ട് ചെയ്ത് ഒരു MOUവിൻ്റെ ബേസ്ഡായിട്ട് സൈൻ ചെയ്ത് യൂണിവേഴ്സിറ്റികളിലുമൊക്കെ ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ കണ്ടക്ട് ചെയ്യുന്ന ഏകദേശം 12ഓളം ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ അദ്ദേഹം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ട്രെയിനിങ്, പ്രത്യേകിച്ച് ബിഹേവിയറിൻ്റെ തലത്തിൽ, അതുപോലെ തന്നെ ഈ കുട്ടികളുടെ പലതരത്തിലുള്ള സ്വഭാവ രൂപീകരണത്തിൻ്റെ തലത്തിലൊക്കെ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള ഒരു എക്സ്പേർട്ടാണ് ജയൻ നമ്പൂതിരി സാറ്. വളരെ സ്നേഹത്തോടെ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രധാന പങ്കുവഹിക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ മനോഹർ സാർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്ദുൽ ലത്തീഫ് സാർ എത്തിയിട്ടുണ്ട്. ഉഷ മാം ജനറൽ സെക്രട്ടറി എത്തിയിട്ടുണ്ട്. ഇങ്ങനെ PCTA സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടും ഓരോ ജില്ലയുടെ ഭാഗമായിട്ടും എന്നിട്ടുള്ള എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സോ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ജയൻ നമ്പൂരി സാറിനെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ഹൗ ടു എക്സൽ ഇൻ എക്സാംസ്. ജയൻ നമ്പൂരി സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഈ ലെവലെത്താൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നത് കോവിഡിനാണ്. ഈ കോവിഡ് വന്നതോടുകൊണ്ടാണ് ഇതുപോലെ
ഇന്റർനാഷണൽ കണക്ഷൻസ് ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പൊ ഈ കോവിഡിനെ ഞാൻ സാധാരണ എല്ലാവരും നെഗറ്റീവായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ പോസിറ്റീവായിട്ട് കാണാറുള്ളൂ. ആ കോവിഡ് എന്ന വാക്കിന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സി എന്ന് പറഞ്ഞ കോമ്പിറ്റൻസി ആണ്, ഒ എന്ന് പറഞ്ഞ ഒപ്റ്റിമിസം ആണ്, വി എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ്, ഐ എന്ന് പറഞ്ഞ ഇന്നോവേഷൻ ആണ്, ടി എന്ന് പറഞ്ഞ ഡിസിപ്ലിൻ ആണ്. ഇതാണ് കോവിഡ്. അതുകൊണ്ടാണ് ഇതുപോലെ പല ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമും അതുപോലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷനായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും അവരെ കൊളാബറേറ്റ് ചെയ്തതിനു ശേഷം നാഷണൽ കോൺഫറൻസ് ചെയ്യുന്നതൊക്കെ കൂടുതൽ എനിക്ക് താല്പര്യം ഇന്റർനാഷണൽ. കാരണം ഇന്റർനാഷണൽ സ്പീക്കേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, അവരുടെ എക്സ്പ്ലോഷർ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുക. അതാണ് കൂടുതലും കോൺഫറൻസിന്റെ ഇത്. ആ കോൺഫറൻസ് നടത്തുമ്പോൾ സാധാരണ PG സ്റ്റുഡൻസ് ആണ് പേപ്പർ പ്രസന്റേഷൻ വരാറുള്ളത്. ഞാനാണ് ആദ്യമായിട്ട് UG സ്റ്റുഡൻസിന് പേപ്പർ പ്രസന്റേഷൻ ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്. 2015 ആദ്യമായിട്ട് ചെയ്തപ്പോ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ കോൺഫറൻസ് വന്നപ്പോൾ UG സ്റ്റുഡൻസ് ഒന്ന് രണ്ട് പേര് ചോദിച്ചു, ഞങ്ങൾക്ക് അവസരം തന്നൂടെ ചോദിച്ചു. ആർക്ക് വേണ്ടി അവസരം തരാമെന്നോ? കാരണം ഈ പേപ്പർ പ്രസന്റേഷൻ ഇപ്പൊ സൈക്കോളജി നല്ല സീരിയസ് ആയി പോവാൻ, അത് ഫ്യൂച്ചറിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അവർക്ക് PG ഹയർ സ്റ്റഡീസ് പോകുമ്പോൾ പേപ്പർ പ്രസന്റേഷൻ കമ്പൽസറി ആണ്. ആ കമ്പൽസറിക്ക് വേണ്ടിയിട്ട് ഒരു ലേണിംഗ് പ്രോസസ് എന്ന രീതിയിൽ അവർക്കറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൽ വരുന്ന കറക്ഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന പാനൽ ബോർഡ് മെമ്പേഴ്സിനെയാണ് വെക്കാറ്. ഈ പാനൽ ബോർഡ് മെമ്പേഴ്സ് ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ വെക്കാറില്ല. അവർക്ക് വരുന്ന കറക്ഷൻ എന്ത് വേണം, ആ കറക്ഷൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത ഒരു ലേണിംഗ് പ്രോസസ് ആക്കി ഇടുക. ഇപ്പോൾ അൺലൈൻ ചെയ്ത് റീലൈൻ ചെയ്തവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കും. ഈ വർഷത്തെ അതേ വേറൊരു എക്സ്പീരിയൻസ് ഉണ്ടായി വെച്ചാൽ, ആദ്യമായിട്ട് 11th സ്റ്റാൻഡേർഡിലെ സൈക്കോളജി സ്റ്റുഡൻസിനെ 4 പേർക്ക് പേപ്പർ പ്രസന്റേഷൻ ചെയ്യാൻ അവസരം കൊടുത്തു. അപ്പൊ പാനൽ ബോർഡ് മെമ്പേഴ്സ് പറഞ്ഞത്, ഞങ്ങൾ ഈ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇങ്ങനെ പേപ്പർ പ്രസന്റേഷൻ ഉണ്ട് എന്നുള്ളത്. അതുകൂടാതെ അതിലത്തെ സ്റ്റുഡൻസിന് ബെസ്റ്റ് പ്രസന്റ് ചെയ്യുന്ന, കാരണം അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാനൽ ബോർഡ് മെമ്പേഴ്സ് എന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവാർഡും കൊടുക്കാറുണ്ട്. ജസ്റ്റ് മോട്ടിവേഷൻ ആണ് പർപ്പസ്. ആ +1 സ്റ്റുഡൻസ് അത് വാങ്ങുകയും ചെയ്തു. കാരണം നമുക്കിപ്പോ സൈക്കോളജി തുടങ്ങുന്നത് +1 മുതലാണ്. അപ്പോൾ അത് ഒരു പുതിയൊരു മാറ്റമായിക്കോട്ടെ വിചാരിച്ചു. ഇപ്പൊ സൈക്കോളജി വളരെ സീരിയസ് ആയിട്ട് എടുക്കണവർക്ക് ഈ ഫീൽഡിൽ നല്ലോണം എക്സ്പെർട്ടിനെ ആയിട്ട് മിങ്കിൾ ചെയ്യാനും നല്ല സൗകര്യം ഉണ്ടാക്കുക. അതാണ് സാധാരണ ഈ കോൺഫറൻസ് നടത്തുമ്പോൾ പേപ്പർ പ്രസന്റേഷൻ. പിന്നെ ഇപ്പോൾ അവർക്ക് എന്തായാലും മാൻഡേറ്ററി ആണ്. പിന്നെ ഇപ്പൊ എന്റെ ഈ ലോഞ്ച് ചെയ്ത ചാനലില് ISSN നമ്പറിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിയതിന് ഉടൻ തന്നെ UGC ക്രൈറ്റീരിയയിൽ ആഡ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങും. അപ്പൊ എന്താ വെച്ചാൽ ഇവർക്ക് പേപ്പർ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഞങ്ങൾ ഗ്ലോബൽ അസോസിയേഷൻ ഓഫ് ബിഹേവിയർ മാനേജ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ചെയ്യണത്. ഒരു ഗവൺമെന്റ് ഓഫ് കേരളയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 2 രജിസ്ട്രേഷൻ കിട്ടിയതാണ്. ഇപ്പോൾ വേറെ 1-2 രജിസ്ട്രേഷന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില RCA പ്രോഗ്രാംസും കൂടി കണ്ടക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു വാസ്റ്റ് എന്ന രീതിയിലാണ് ഇത് കൊണ്ടു നടക്കുന്നത്. കാരണം ഇതിലുള്ള മെമ്പേഴ്സ് ആയിരിക്കും കൂടുതലും ഞങ്ങളുടെ ക്ലാസ്സസ് കൈകാര്യം ചെയ്യണം. കാരണം അത്ര എക്സ്പെർട്ടുകളാണ് വരുന്നത്. അപ്പൊ ആ മെമ്പേഴ്സിന് ഇല്ലാതെ പുറമേ ഉള്ള ആൾക്കാർ വരുമ്പോഴാണ് അവരെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇതാണ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ടാഗ് ലൈൻ പറഞ്ഞ മാതാപിതാ ഗുരു ദൈവം എന്നായിരുന്നു. പക്ഷെ ഇന്ന് കാലത്ത് അത് ChatGPTയും ഗൂഗിളായിട്ട് വന്നു. അപ്പൊ ഈ ഇതിലുള്ള എല്ലാ പിക്ചേഴ്സും എന്നെ സഹായിച്ചത് ഗൂഗിളും പിന്നെ എന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനായി പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്ട്രെസ്, എന്താണ് ഫോബിയ എന്ന് പറഞ്ഞു സിമ്പിൾ ഡെഫിനേഷൻ എന്ത് കൊടുക്കാം സ്ട്രെസ്സിന്? സ്ട്രെസ്സിന് സിമ്പിൾ ആയിട്ട് എന്ത് ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റും? ഒന്ന് റിയാക്ട് ചെയ്യാം. മനോജ് സാറേ, സാറിന്റെ അഭിപ്രായം എന്താ? സ്ട്രെസ്സിന് നമുക്ക് എന്ത് കൊടുക്കാം? സാറ് മ്യൂട്ടാണ്. ആരുമില്ല.
Body's response to a demanded situation. ബോഡി Body's response to a ആ demanded situation. ഒന്നും കൂടി സിമ്പിൾ ആക്കി പറഞ്ഞാലോ. നമ്മുടെ മനസ്സിൻ്റെതായ ഒരു പിരിമുറുക്കം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്ട്രെസ്സിലേക്ക് നയിക്കുന്നില്ലേ സാർ? ഒന്നും കൂടി സിമ്പിൾ ആക്കി പറഞ്ഞാലോ. A discrepancy between internal capacity and our expectancy. Emotional change. ഇമോഷണൽ ചേഞ്ച്. അത് ഫിസിക്കലി ആൻഡ് മെന്റലി ഇറ്റ് അഫക്ട്സ് us. ആ ഒന്നുകൂടി സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഗ്യാപ്പ് ബിറ്റ്വീൻ എക്സ്പെക്ടേഷൻ ആൻഡ് റിയാലിറ്റി എന്നാക്കിയാലോ. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എക്സ്പെക്ടേഷൻ ആൻഡ് റിയാലിറ്റി. നമ്മൾ ഇപ്പൊ ഇന്നത്തെ വിചാരിക്കുന്ന ക്ലാസ് പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നടക്കാതെ വരും. നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസം. അതെ, ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഞാൻ 100 പേരെ എക്സ്പെക്ട് ചെയ്യണോ? സാബു സാർ എന്നോട് 100 പേരുണ്ട് പറഞ്ഞിട്ടില്ല. കാരണം ഈ പ്ലാറ്റ്ഫോമിന്റെ കപ്പാസിറ്റി 100 ആണ്. അതുകൊണ്ട് എന്റെ എക്സ്പെക്ടേഷൻ 100 ആണ്. റിയാലിറ്റിയിൽ എത്ര പേരുണ്ട്? ആ റിയാലിറ്റിയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സ്ട്രെസ് ബാലൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫോബോസ് എന്ന വാക്കുന്നാണ് ഫോബിയ എന്ന വാക്ക് വേർഡ് ഉണ്ടായത്. എക്സ്ട്രീം ഫിയർ ആൻഡ് ഫ്ലൈറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഫോബിയ എന്ന് പറഞ്ഞാൽ ലേൺ ബിഹേവിയർ ആണ്. ആ ലേൺ ബിഹേവിയർ അൺലേൺ ചെയ്യാനും റീലേൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഫോബിയ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ഫോബിയ, അഗറോഫോബിയ, സ്പെസിഫിക് ഫോബിയ. ഏത് ഫോബിയ ഇപ്പൊ നമ്മൾ ഗൂഗിളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ എല്ലാം ഗൂഗിളിനാണ് ആശ്രയിക്കുന്നത്. ഏകദേശം ഒരു നമ്പർ ഓഫ് ഫോബിയാസിന്റെ പേരുകൾ കിട്ടും. ഏത് ഫോബിയ വേണമെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് മാറ്റി കൊടുക്കാം. ഇന്നതെന്നല്ല, ഏത് ഫോബിയ നമുക്ക് മാറ്റാം. ആ മാറ്റുന്ന മെത്തേഡ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന മെത്തേഡിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതാരാ അറിയോ? ഈ വ്യക്തി ആരാ അറിയാൻ പറ്റുമോ? എറിക് ബേൺ. ടിയയുടെ ഉപജ്ഞാതാവാണ്. കനേഡിയൻ സൈക്കാട്രിസ്റ്റ് എറിക് ബേൺ ആണ്. ഈ സാറ് പറഞ്ഞത് എന്താ വെച്ചാ, നമ്മൾ ഓരോ കുട്ടികളും ജനിക്കുന്നത് രാജകുമാരനും രാജകുമാരിയായിട്ടാണ്. പക്ഷെ നമ്മുടെ സമൂഹം ആ കുട്ടിയെ തവളയാക്കി മാറ്റുന്നതാണ്. ഇവിടെ ഒരുപാട് കമ്പാരിസണിലൂടെയാണ് ഒരു കുട്ടി ജീവിക്കുന്നത്. മിക്കവാറും പാരന്റ്സ് കമ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. നിനക്ക് ഇവിടെ എന്തിന്റെ കുറവാണ്, അപ്പുറത്ത് നോക്കി അവിടെ എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും കമ്പയർ ചെയ്യും. എന്തുകൊണ്ട് പാരന്റ്സ് ആ കുട്ടിയെ എന്തുകൊണ്ട് ഇന്നത്തെ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുന്നില്ല? നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒരിക്കലും അയൽപ്പക്കത്തല്ല പോകേണ്ടത്. ആ കുട്ടിയുടെ ഇന്നലത്തെ കഴിവിനേക്കാൾ ഇന്ന് മോൻ അല്ലെങ്കിൽ മോളിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്നും കൂടി മോൻ ഡെവലപ്പ് ആയിട്ടുണ്ട്, ഇന്നലത്തേക്കാൾ ബെറ്റർ ആയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ആൾക്കിന്റെ കോൺഫിഡൻസ് കൂടിക്കൊള്ളും. അയൽപ്പക്കത്തേക്ക് പോകുമ്പോൾ അത് സങ്കടം ഉണ്ടാക്കണം. അപ്പൊ യാതൊരു കാരണവശാലും കമ്പാരിസൺ പാരന്റ്സ് ചെയ്യുമ്പോൾ അയൽപ്പക്കത്തേക്ക് ചാടാൻ പാടില്ല. അത് ചെയ്താൽ കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസ് വരെ പോവാം. എന്നെ കൊണ്ടൊന്നും കഴിവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആളെ പുറത്തേക്ക് കൊണ്ടുപോയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ അവസ്ഥ ഒഴിവാക്കാനായിട്ട് ഒരിക്കലും പാരന്റ്സ് സ്വന്തം മക്കളെ അയൽപ്പക്കായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഇനി അവർക്ക് അവരെ തന്നെ കമ്പയർ ചെയ്യാം. ഈവൻ ആരായാലും ശരി, ഇന്നത്തെ എന്നെ ഇന്നത്തെ ഞാനായിട്ട് കമ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോ അയൽപ്പക്കത്തെ അല്ലെങ്കിൽ എന്റെ സിബ്ലിങ്സിന് എന്നേക്കാൾ വരുമാനം ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങൾ ഒരിക്കലും പറ്റില്ല. ആ സിബ്ലിംഗ് അല്ല ഞാൻ. ഓരോരോ യൂണീക്കാണ്. അപ്പൊ നമ്മളെ തന്നെ കമ്പയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സങ്കടമുണ്ടാക്കുന്ന അവസ്ഥ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇവിടെ ആദ്യം പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടത് കമ്പാരിസൺ ഒഴിവാക്കുക. രണ്ടാമത്, ഇങ്ങേരെ ആവശ്യം എന്താ? ഇങ്ങനെ ആരെ കിടക്കാറ്? നമ്മൾ സിംഹം ഇതുപോലെ കിടക്കണ കാണാറില്ല. പക്ഷെ കൂടുതലും കാണുന്നത് കുരങ്ങന്മാരായിരിക്കും കാണുന്നത്. അപ്പോ ഈ സിംഹത്തിന് കുരങ്ങൻ കിടക്കുന്ന പോലെ കിടക്കണം തോന്നിയപ്പോ ഇങ്ങേരെ പാരന്റ്സ് പറഞ്ഞത് എന്താ വെച്ചാ, നീ കുരങ്ങനാവണ്ട, നീ സിംഹമായാ മതി എന്നാണ്. അപ്പൊ ഒരുപാട് പാരന്റൽ പ്രഷേഴ്സ് ഇവര് അനുഭവിക്കുന്നുണ്ട്. ആ സ്ട്രെസ് ഒഴിവാക്കണം. വളരെ ഹാപ്പി ഹെൽത്തി ആയിട്ട്
മുന്നോട്ട് പോകണം. ഇപ്പോ ബോംബെന്ന് ജയ്പൂർക്ക് പോണ വഴിക്ക് കോട്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പണ്ട് കോട്ട സാരിയൊക്കെ വളരെ ഫേമസ് ആണ്. ഇപ്പൊ കോട്ട അറിയപ്പെടുന്ന ഇന്ത്യയിലത്തെ സൂയിസൈഡ് സിറ്റി എന്നാണ്. കാരണം അവിടെ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടില് അവർ കൂടുതലും പ്രാധാന്യം കൊടുക്കണം ഐക്യുവിനാണ്. ഈ ഐക്യുവിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവരുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആ പുഴയിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്യാണ്, അല്ലെങ്കിൽ അടുത്ത വഴി നോക്കുകയാണ്. ഇത് മിക്കവാറും പല പ്രൊഫഷണൽ കോച്ചിങ് സെന്ററിൽ നടക്കുന്നുണ്ട്. അവിടെ സാധാരണ ഇക്യുവിന്റെ പ്രാധാന്യം ഐക്യുവിന്റെ പ്രാധാന്യം ഒരുപോലെ കൊടുക്കണം എന്നാണ്. നമ്മുടെ ഇമോഷനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐക്യും ഇക്യും ഒരുപോലെ കൊണ്ടുപോകണം. ആ ഐക്യം ഇക്യും ഒരുപോലെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് വേറെ കുറെ ക്യൂസ് കിട്ടാണ്ട്. ആ ക്യൂകളാണ് പി ക്യൂ ഉണ്ട്, എസ് ക്യൂ ഉണ്ട്, ആർ ക്യൂ ഉണ്ട്, എ ക്യൂ ഉണ്ട്, എഫ് ക്യൂ ഉണ്ട്, എച്ച് ക്യൂ ഉണ്ട്. അത് പി ക്യൂ എന്ന് പറഞ്ഞാൽ പാഷൻ കോഷ്യന്റ്, എസ് ക്യൂ എന്ന് പറഞ്ഞാൽ സോഷ്യൽ കോഷ്യന്റ്, സ്പിരിച്വൽ കോഷ്യന്റ്, ആർ ക്യൂ പറഞ്ഞാൽ റെസിലിയൻ കോഷ്യന്റ്, എ ക്യൂ പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് കോഷ്യന്റ്, എഫ് ക്യൂ പറഞ്ഞാൽ ഫാമിലി കോഷ്യന്റ്, എച്ച് ക്യൂ പറഞ്ഞാൽ ഹാർമണി കോഷ്യന്റ്, ഡി ക്യൂ എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ അല്ല, ഡിജിറ്റൽ കോഷ്യന്റ് ആണ്. അങ്ങനെ എല്ലാ കോഷ്യന്റിനും നമ്മൾ കൊണ്ടുപോകണമെങ്കിലും എന്റെ ഒരു പെർസെപ്ഷൻ ഞാൻ പറയാ നമ്മൾ ഐക്യുനും ഇക്യുനും ഒരേ പ്രാധാന്യം കൊടുക്കണം എന്നാണ്. ഇപ്പൊ എന്റെ ഒരു ഈ ക്ലിനിക്കൽ എക്സ്പീരിയൻസിന്റെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇമോഷൻ ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സൂയിസൈഡ് സംഭവിക്കുന്നുണ്ട്, അതുപോലെ ഡൈവേഴ്സ് സംഭവിക്കുന്നുണ്ട്. അവർക്ക് ഇത് എങ്ങനെ ബാലൻസ് ചെയ്യാന്ന് അറിയുന്നില്ല. ഇത് എന്റെ ഒരു പെർസെപ്ഷനാണ്, മറ്റവർക്ക് അത് അംഗീകരിക്കണം എന്നില്ല. പക്ഷെ എന്റെ ക്ലിനിക്കൽ പെർസെപ്ഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഇതിനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇവർക്ക് പഠനം നല്ല സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്താണ് ടെക്സ്റ്റോഫോബിയ പറഞ്ഞറിയോ? ടെക്സ്റ്റോഫോബിയ പറഞ്ഞ എന്താണ്? പുസ്തക ഭയമാണോ സാർ? ഏതാ? പുസ്തക ഭയമാണോ? അല്ല. ടെക്സ്റ്റോഫോബിയ പറഞ്ഞാൽ ചില പർട്ടിക്കുലർ ടെക്സ്റ്റൈലുമായിട്ടുള്ള പേടിയാണ്. ചില ഫാബ്രിക്സ് ഇതിന് തുണികളോട് അവർക്ക് പേടി വരും. ഈ എക്സ് മാറിയിട്ട് എസ് ആയി കഴിഞ്ഞാൽ അത് എക്സാം ഫിയർ ചെയ്യും. ഒരു വാക്യം മാറിയുള്ളൂ എസും എക്സും ആണ്. അതാ പറയാം, ഗൂഗിളിനോട് വെച്ച് നമുക്ക് n നമ്പർ ഓഫ് ഫോബിയാസിന്റെ പേര് കിട്ടും, 1 2 അല്ല. ആ ഏത് പേര് കിട്ടിയാലും ശരി നമുക്ക് അതിന് സൊല്യൂഷൻ കൊടുക്കാനും പറ്റും. അപ്പൊ ഇവിടെ ഈ വ്യക്തിയെ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ? അടുത്തൊരു എക്സ്പെർട്ട് ആണത്. ഈ വ്യക്തിയാണ് നമുക്ക് പേരുണ്ടാക്കുന്ന എക്സാം എന്ന സാധനം കൊണ്ടുവന്നത്. ഹെൻറി ഫിഷൽ എന്നാണ് ഇയാളുടെ പേര്. ആദ്യമായിട്ട് എക്സാമിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ്. നമ്മൾ എക്സാം ഫോബിയ പറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് പറയുമ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെയും കൂടി ഓർക്കേണ്ടതാണ്. ഹെൻറി ഫിഷലാണ് എക്സാമിനേഷൻ എന്ന കൺസെപ്റ്റിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എങ്ങനെയാണെങ്കിൽ എന്താണ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ആരും മിണ്ടണില്ല കേട്ടാ. ഇത് മോണോ കമ്മ്യൂണിക്കേഷൻ ആവാൻ പോരാ, ഇത് ഡിസ്കസ് ചെയ്ത് പോകേണ്ടത്. എന്താണ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞു? വിലയിരുത്തലാണ്, വിലയിരുത്തൽ, സെൽഫ് വെരിഫിക്കേഷൻ. ഇനി നമ്മുടെ ബ്രെയിനിൽ ലെഫ്റ്റ് റൈറ്റ് ഹെമിസ്ഫിയർ ഉണ്ട്. ഈ ലെഫ്റ്റ് ഹെമിസ്ഫിയർ റിയാലിറ്റിയും റൈറ്റ് ഇമോഷനാണ്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ പഠനവും റൈറ്റ് ഹെമിസ്ഫിയർ ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പൊ നിങ്ങൾ താരസമീപർ എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലറിയാൻ പറ്റും ആ പയ്യന്റെ ബ്രെയിനിന്റെ ലെഫ്റ്റിനേക്കാൾ കൂടുതൽ റൈറ്റ് ഹെമിസ്ഫിയർ നല്ലോണം ആക്റ്റീവ് ആവണം. അതുകൊണ്ട് ആള് പെയിന്റിങ്ങിൽ എക്സ്പെർട്ടായി. ഇതുകൊണ്ടാണ് പണ്ട് കാലത്ത് അറിവും വിവരമുള്ള ടീച്ചർമാർ സ്കൂളിൽ പണിഷ്മെന്റ് ആയിട്ട് ഏത്തോടിക്കാൻ പറഞ്ഞത്.
ആ എയർ തൊടുന്ന സമയത്ത് ബ്രെയിനിന്റെ ലെഫ്റ്റ് റൈറ്റ് ഹെമിസ്ഫിയർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂടും. കൂടിക്കഴിഞ്ഞാൽ ബ്രെയിൻ ആക്ടിവിറ്റി കൂടല്ലേ. രണ്ടാമത് ഇവയ്ക്ക് നടുക്കിലെ കോർപ്പസ് കലോസം ഭാഗമുണ്ട്, ഇത് മെച്ചുവേർഡ് ആവും. മെച്ചുവേർഡ് ആയി അവരുടെ ഇമോഷൻ സ്റ്റേബിൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിള്, 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ പാല്, 1 ലിറ്റർ വെള്ളത്തിൽ കുറച്ച് വെജിറ്റബിൾസ് ഒരേപോലെ ടംബ്ലറിൽ തിളപ്പിക്കാൻ തരികയാണ്. സെയിം ഫ്ലെയിമിലാണത് വർക്ക് ചെയ്യണത്, സെയിം ഫ്രിഡ്ജ് സ്റ്റൗവാണ്. ഏതാദ്യം തിളക്കും? 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ പാല്, 1 ലിറ്റർ വെള്ളത്തിൽ കുറച്ച് വെജിറ്റബിൾസ് ഇട്ടു. ഏതാദ്യം തിളക്കും? വെള്ളം ഉം? വെള്ളം ആദ്യം തിളയ്ക്കും. അല്ല, ഫസ്റ്റ് പാല്, സെക്കൻഡ് വെള്ളം, തേർഡ് വെജിറ്റബിൾസ്. നേരെ തിരിച്ച്. ഫസ്റ്റ് വെജിറ്റബിൾ, സെക്കൻഡ് കുറച്ച് വെജിറ്റബിൾസ് ഇരിക്കും. കാരണം അതിന്ന് ബബിൾസ് ഉണ്ടാകുമ്പോൾ അത് ഹീറ്റിനെ കൂട്ടും. കാരണം ഇതൊരു ടൈപ്പ് ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പൊ നേരത്തെ കോവിഡ് എന്ന് പറഞ്ഞാൽ കോവിഡിനെ എക്സ്പാൻഡ് ചെയ്ത ഒരു ടൈപ്പ് ക്രിയേറ്റിവിറ്റിയാണ്. അങ്ങനെയാണ് എക്സാമിനേഷൻ പറഞ്ഞത്. ഇതാണ് എക്സാമിനേഷൻ. ഇ എന്ന് പറഞ്ഞ ഇവാലുവേഷൻ, എക്സ്റേ ഇൻഡെപ്ത് അനാലിസിസ് ആണ്. എ എന്ന് പറഞ്ഞ അസസ്മെന്റ്, എം എന്ന് പറഞ്ഞ മെഷർമെന്റ്, ഐ ഇൻവെസ്റ്റിഗേഷൻ, എൻ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഓഫ് റിസൾട്ട്, അനലൈസ് ചെയ്യും. എ ടെസ്റ്റിംഗ്, ഐ ഇൻസൈറ്റ്, ഓ പറഞ്ഞ ഒബ്സർവേഷൻ, ആൻഡ് എൻ ഫോർ നോട്ടിഫിക്കേഷൻ. ഇതാണ് എക്സാമിനേഷൻ. നമുക്ക് തന്നതിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. തന്ന ആ ക്വസ്റ്റ്യന് വേണ്ട ആൻസർ നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കും. ഇതാണ് എക്സാമിനേഷൻ. ഇതിന് നമുക്ക് വേണ്ടത്, ആദ്യമായി വേണ്ടത് ആസ്ക് ആണ്. ആസ്കില് എ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ് ആണ്. എ എന്ന് പറയുന്നത് നോളജ് ആണ്. എസ് എന്ന് പറയുന്നത് സ്കില്ലാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന വസ്തുക്കള് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കണം. 2004 വരെ ഞാൻ വർക്ക് ചെയ്ത് ഇലക്ട്രോണിക് ഫീൽഡിലായിരുന്നു. ഇപ്പൊ എനിക്ക് ഇലക്ട്രോണിക്സ് അറിയില്ല. പിന്നീടാണ് തൃശ്ശൂർ വെച്ചിട്ട് ട്രാൻസാക്ഷൻ അനാലിസിസിന് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് വന്നു. അവിടെ ഒരു ബുക്ക് സെല്ലറായിട്ട് പോയതാണ് ഞാൻ. എനിക്ക് അന്നൊരു ബുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ കസിന് ഒരു ബുക്ക് ഷോപ്പ് ഉണ്ടായപ്പോൾ എന്നോട് ഈ ഭാഗത്തുനിന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ തലയിലെഴുത്ത് തിരുത്താം എന്ന് പറഞ്ഞ പുസ്തകവും അന്നത്തെ PAക്ക് ക്ലാസ് എടുക്കാൻ വന്ന എക്സ്പെർട്ടുകളുടെ ക്ലാസ്സും എനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ആക്കി. പിന്നെ ഞാൻ നേരെ എൻ്റെ ലൈൻ മാറ്റി. എന്നിട്ടത് 2010-ലും 2012-ലും അതുകൊണ്ട് എറണാകുളത്ത് വെച്ച് നടത്തിയപ്പോൾ ഞാൻ അവിടുത്തെ സ്പീക്കറായിരുന്നു. അപ്പൊ ഒരു ബുക്ക് സെല്ലറായിട്ട് പോയിട്ട് ഇതിലൂടെ തലയിലെഴുത്ത് തിരുത്താൻ പറ്റിയെന്ന് മനസ്സിലായി. അവിടെ ഒരു സ്പീക്കറായിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആവണം. ആ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആവുമ്പോൾ നമുക്ക് വേണ്ട നോളജ്, ഇപ്പോ നമ്മൾ വൈകിട്ട് എല്ലാവരും കൂടി നടക്കാൻ പോകുമ്പോൾ നമ്മൾ സാധാരണ ഒരു പാക്കറ്റ് കപ്പലണ്ടി വാങ്ങിക്കാറുണ്ട്. ഈ കപ്പലണ്ടി തിന്ന് നടക്കുമ്പോൾ ആ കടലാസ് കളയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. ചിലപ്പോൾ നമുക്ക് വേണ്ട ഒരു വാക്ക് അതിലുണ്ടാവും. ആ വാക്കിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അപ്പൊ നോളജ് കിട്ടും. ഈ നോളജിനെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. ഇതാണ് എല്ലാ വ്യക്തികൾക്കും എല്ലാ മേഖലയിലും ആവേണ്ട ആസ്കാണ്. സാധാരണ എന്താ ഉണ്ടാവണേ? 80% എക്സാം ബേസ്ഡ് ഓൺ ഒരു ലെക്ചർ യു മിസ്ഡ് ആൻഡ് വൺ ടോപ്പിക് യു ഡിഡ് പ്രിപ്പയർ. ഇതൊക്കെ ഒരു ജസ്റ്റ് ഗൂഗിൾ പറഞ്ഞു തരുന്നതാണ്, കുറച്ച് കോമഡി ആയിട്ടുള്ള തരുന്നതാണ്. ഇതില് ഇപ്പൊ സ്റ്റഡീസില് ഇതിൽ 4 സെഗ്മെന്റ് വരുന്നുണ്ട്. ആ 4 സെഗ്മെന്റില് ഒന്ന് ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോറേജ്, ഇന്റഗ്രേഷൻ. ആ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെൻസ് ഓർഗനിലൂടെ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇന്നൊരു പുസ്തകം പഠിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർ പഠിക്കുമ്പോൾ സൈലന്റ് റീഡേഴ്സ് ആണ്. ആ സൈലന്റ് റീഡ് മാറ്റിയിട്ട് അവർക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വായിച്ചിരിക്കണം, എഴുതുമ്പോഴും പറഞ്ഞിരിക്കണം. അപ്പൊ നമ്മള് ഇൻപുട്ടിൽ ഇപ്പൊ എഴുതുകയാണെങ്കിൽ ആ സെൻസർ നമുക്ക്
മെമ്മറി ഉണ്ടാക്കും. വായിക്ക് നമ്മൾ കേൾക്കുന്നു, അത് ബ്രെയിനിൽ കിട്ടുന്നു. അത് അപ്പൊ ആ ഇൻപുട്ട് ഏതാണോ വേണ്ടത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റിസീവ് ചെയ്യുന്ന മെത്തേഡാണ് നോക്കി. അത് കഴിഞ്ഞാൽ അത് ബ്രെയിനിൽ കൃത്യമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇപ്പൊ ഇന്ന് ഞാൻ ഫിസിക്സ് പഠിച്ചു, നാളെ ഫിസിക്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത സബ്ജക്ട് പഠിക്കുമ്പോൾ ആ ഫിസിക്സിന് ശേഷം വേണം അടുത്ത സബ്ജക്ട് കൊടുക്കാൻ. അതിന് കൃത്യമായിട്ട് സ്റ്റോറേജ് കൊടുക്കണം. ഇന്ന് ഞാൻ ഫിസിക്സ് പഠിച്ചെങ്കിൽ നാളെ ഫിസിക്സ് പഠിക്കുമ്പോൾ ഇതിന്റെ ബാലൻസ് തന്നെ സ്റ്റോറേജിൽ വരണം. അത് കഴിഞ്ഞ് കൃത്യമായിട്ട് ഔട്ട്പുട്ട് വരണം. ആ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴാണോ നമുക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് റീകോൾ ചെയ്യാൻ പറ്റിയാൽ മതി. ഇപ്പൊ ഇതില് ഏകദേശം 41 പേര് ഞാൻ അടക്കമുണ്ട്. ഈ 41 ഞാൻ എന്നെ ഒഴിവാക്കിയിട്ട് എത്ര പേർക്ക് ഇംഗ്ലീഷ് അക്ഷരമാല ഇപ്പോ തെറ്റുകൂടാതെ എഴുതാൻ പറ്റും? എത്ര പേർക്ക് ഇംഗ്ലീഷ് അക്ഷരമാല ഇപ്പൊ തെറ്റുകൂടാതെ എഴുതാൻ പറ്റും? എല്ലാവർക്കും എല്ലാവർക്കും പറ്റും. നിങ്ങൾ ഇന്നലെ രാത്രി എഴുതി പഠിച്ചു. ഇന്നലെ രാത്രി നിങ്ങൾ അക്ഷരമാല എഴുതി പഠിച്ചോ? അത് മെമ്മറിയിൽ പതിഞ്ഞു. അല്ല, അതൊക്കെ ഇന്നലെ രാത്രി എഴുതി പഠിച്ചോ? ഇല്ല. ഇന്ന് രാവിലെ എഴുതി പഠിച്ചോ? ഇല്ല. ഈ മണ്ണൻ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നു വിചാരിച്ചോ? ഇല്ല. അപ്പൊ നമ്മളന്ന് പഠിച്ച രീതി ശരിയായതുകൊണ്ടാണ് ഔട്ട്പുട്ട് എപ്പോഴാണ് ആവശ്യം ആ സമയത്ത് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് മെമ്മറി. അതിപ്പോ എൻ്റെ അടുത്ത് കുട്ടികൾ വരുമ്പോ പഠനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വരുമ്പോ ബേസിക് ആയിട്ട് അവരോട് എഴുതിക്കുമ്പോൾ അറിയാൻ പറ്റും. അവര് അക്ഷരമാല എഴുതിയെടുക്കുന്ന സമയം അല്ലെങ്കിൽ ടേബിൾ എഴുതാനുള്ള സമയം അത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ കൺസെപ്റ്റ് ഫോർമേഷൻ ഉണ്ടോ എന്നുള്ളത്. ആ ത്രൂ കൺസെപ്റ്റ് ഫോർമേഷനിലൂടെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസും ബേസ് ചെയ്ത് കൊടുത്താൽ അവരുടെ ലെവൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ലേബൽ ചെയ്യാവുന്നില്ല. ലേണിംഗ് ഡിസബിലിറ്റി ആണ്, അങ്ങനെ ലേബലിംഗ് ഒന്നും എനിക്ക് അറിയില്ല. എനിക്ക് സൊല്യൂഷൻ കൊടുക്കാൻ അറിയുള്ളൂ. ഇതാണ് പ്രശ്നം. പറഞ്ഞാൽ ഇത് ചെയ്താൽ റിസൾട്ട് ഗ്യാരണ്ടി. അവർ ചെയ്യണം എന്നാണ് ഇതാണ്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഇതിന്റെ സപ്പോർട്ട് എപ്പോഴും എന്നെ വിളിക്കും. പിന്നെ എല്ലാ ആഴ്ചയും വരണമെന്ന് നിർബന്ധമില്ല. മാക്സിമം 2-3 സിറ്റിംഗ് ഉണ്ടായാൽ നമുക്ക് സംഭവം ശരിയാക്കാം. പിന്നെ ഫോണിലൂടെയും ബാക്കിയുള്ള ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ ഗ്രാഫ് ശരിക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഔട്ട്പുട്ടാണ് മെമ്മറി. ഈ മെമ്മറി നമുക്ക് മെയിനായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാൻ കൂടുതലും 2 പറയാറ്. ഒന്ന് ഷോർട്ട് ടൈം മെമ്മറി, ഒന്ന് ലോങ് ടൈം മെമ്മറി. സെൻസറി മെമ്മറി ഓൾറെഡി ഉണ്ടായിരിക്കാം. ഇപ്പോ നിങ്ങൾ ചെറുപ്പത്തിൽ കഴിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന് സ്മെല്ല് എടുക്കാൻ പറ്റുമോ? അല്ലെ രുചിയെ കുറിച്ച് ആലോചിച്ച വായിലൂമി നീര് വരില്ലേ? നിങ്ങൾ കണ്ണടച്ച് നിന്നിട്ട് നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറുപ്പത്തിൽ കഴിച്ച ഭക്ഷണത്തിന്റെ സ്മെല്ലൊന്നും ആലോചിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യേണ്ടി നിങ്ങളുടെ മൂക്ക് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പുളി തിന്നാന്ന് വിചാരിക്കുക. എന്തുണ്ടാക്കി വായില്? ഒരു പച്ച പുളി കടിച്ചു തിന്നാണെങ്കിൽ അത് മെമ്മറിയാണ്, അത് സെൻസറിയാണ്. അതുപോലെ ഷോർട്ട് ടൈം മെമ്മറി. ഇപ്പോ ഇന്ന് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകാൻ വിചാരിക്കുക. ആ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഞാൻ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു, തൃശ്ശൂരിൽ കയറി. ആ തിരുവനന്തപുരം എത്തുന്നു വരെ അറിഞ്ഞാൽ മതി ഞാൻ പോയ ട്രെയിൻ ഏതാണ് ബർത്ത്, ഏതാ കമ്പാർട്ട്മെന്റ് എന്ന്. ഇത് എനിക്ക് ദിവസം ഓർമ്മ ആവശ്യമില്ല. അപ്പൊ അത് ഷോർട്ട് ടൈം മെമ്മറി, ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രമേ വരുന്നുള്ളൂ. ലോങ് ടൈം മെമ്മറി ആണെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ അപ്ലൈ ചെയ്യും. ഈ ലോങ് ടൈം മെമ്മറി 3 വീണ്ടും ഡിവൈഡ് ചെയ്യണം. ഒന്ന് പ്രൊസീജിയൽ മെമ്മറി, ഒന്ന് സെമന്റിക് മെമ്മറി, ഒന്ന് എപ്പിസോഡിക് മെമ്മറി. ഈ പ്രൊസീജിയൽ മെമ്മറിയിൽ വരുന്നതാണ് ഡ്രൈവിംഗ്, സ്വിമ്മിങ്, അങ്ങനെയുള്ള എക്സെട്ര സാധനങ്ങൾ. ജീവിതത്തിൽ ഒരു പ്രാവശ്യം ലേൺ ചെയ്ത് ജീവിതകാലം മുഴുവൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് പ്രൊസീജിയൽ മെമ്മറി. അതുപോലെ എപ്പിസോഡിക് മെമ്മറി ഉണ്ട്. നമുക്കൊരു സീരിയലായിട്ട് പറയാൻ പറ്റും എന്തൊക്കെയാണ് ഉണ്ടാവണമെന്നുള്ളത്. പിന്നെ സെമന്റിക് മെമ്മറി ഉണ്ട്. ഇത് നമുക്കിപ്പോ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ഇപ്പോ നമ്മളൊരു ഡൗട്ട് വന്നു, ഈ ഡൗട്ട് നമ്മളുടെ സീനിയേഴ്സായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവര് പറയും ഓൺ ദ സ്പോട്ട് പറഞ്ഞു ഇന്ന പുസ്തകം ഇത്രാമത്തെ പാരഗ്രാഫ് വായിക്കാൻ പറഞ്ഞു, അവിടെ ആൻസർ ഉണ്ടാവും. അവർ ഈ പുസ്തകം ആ നേരത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവില്ല, അവര് സ്ഥിരമായിട്ട് വായിച്ചിട്ടുണ്ടാവും. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ
ഈ പുതിയ പുസ്തകം വാങ്ങി അതിൽ സ്മെല്ലുണ്ട്, ആ സ്മെല്ല് ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെ അലർജിയാണ്, പിന്നെ പുസ്തകം കൈ കൊണ്ടുപോയിട്ടില്ല. ഇപ്പൊ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ റീഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വക മെമ്മറീസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് 3 ടൈപ്പ് മെമ്മറി വരുന്നത്. ഇനി ഈ പഠിക്കാൻ വേണ്ടിയിട്ട് 2 ഫോർമുലയുണ്ട്. ഈ 2 ഫോർമുല കൃത്യമായിട്ട് ഓരോരുത്തരും ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ സിമ്പിൾ ആണ്. അതിൽ ആദ്യത്തെ ഫോർമുലയാണ് SQ3R. SQ3R എന്ന് പറഞ്ഞാൽ S എന്ന് പറഞ്ഞാൽ സർവേ, Q എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ, പിന്നെ 3 ആറുകളാണ്. ആദ്യത്തെ ആറ് റീഡ്, റീറൈറ്റ്, റിവിഷൻ. ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ പുസ്തകം എടുത്തിട്ട് വായിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം അത് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ പേജുകളൊന്ന് ജസ്റ്റ് മറിച്ച് നോക്കുക. ആ മറിച്ച് നോക്കുമ്പോൾ എന്താണ് ഞാൻ വായിക്കാൻ പോകുന്നത് എന്ന് കൺസെപ്റ്റ് മനസ്സിലായി. ഞാൻ കണ്ടു, സർവേ ചെയ്തു. ആ സർവേ ചെയ്തിട്ട് തന്നിരിക്കുന്ന പാരഗ്രാഫിന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്ന പാരഗ്രാഫിന്റെ കൺസെപ്റ്റ് ഇന്നതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഇപ്പോ ആവറേജ് നമുക്ക് 3 പാരഗ്രാഫ് ഒരു അറ്റ് എ ടൈം വായിക്കാൻ പറ്റും. ആ 3 പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞിട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുസ്തകം അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് എന്താണോ മനസ്സിലായതെന്ന് ഒരു പുസ്തകത്തിൽ എഴുതുക. എഴുതിയതിനു ശേഷം ആ എഴുതിയ നോട്ടും നമ്മുടെ ഒറിജിനൽ പുസ്തകമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. ചിലപ്പോ എന്തെങ്കിലും മൈന്യൂട്ട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം. ആ മൈന്യൂട്ട് മിസ്റ്റേക്കുകളെ റീറൈറ്റ് ചെയ്യാം. അതിനുശേഷം റിവിഷൻ ചെയ്യും. ഇപ്പോ സർവേ, ക്വസ്റ്റ്യൻ, റീഡ്, റീറൈറ്റിന്റെ റിവിഷൻ. ഇതാണ് ആദ്യത്തെ ഒരു ഫോർമുല. രണ്ടാമത്തെ ഫോർമുല 5W1H ആണ്. 5Wയും ഒരു H കൂടിയാണ് പഠനം. വാട്ട് ടു സ്റ്റഡി, വെൻ ടു സ്റ്റഡി, വേർ ടു സ്റ്റഡി, ഹൂ ടു സ്റ്റഡി, വൈ ടു സ്റ്റഡി ആൻഡ് ഹൗ ടു സ്റ്റഡി. ഇതാണ് 5W1H. ഇതിൽ വാട്ട് ടു സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ് പഠിക്കേണ്ടതെന്നാണ്, ഏത് വിഷയം എന്നല്ല അവിടെ ഉദ്ദേശം. ഇപ്പൊ ആ ഒരു സ്റ്റുഡന്റ് വായിക്കാനിരിക്കുമ്പോൾ ആ ആദ്യത്തെ ഇപ്പൊ വായിക്കുന്ന ചാപ്റ്ററിൽ ചിലപ്പോൾ അവർക്ക് ആദ്യത്തെ 2 പാരഗ്രാഫ് ബൈ ഹാർട്ട് ആയിരിക്കും, 3ാമത്തെ പാരഗ്രാഫ് അവർക്ക് അറിയില്ലായിരിക്കാം. നമ്മൾ സാധാരണ ചെയ്യണത് അറിയണ ഭാഗം സ്കിപ്പ് ചെയ്ത് അറിയാത്ത വായിക്കും, റിസൾട്ട് 0 ആയിരിക്കും. അപ്പൊ അറിയുന്ന ഭാഗത്ത് ആദ്യം വായിച്ചതിന് ശേഷം വേണം അറിയാത്ത വായിക്കാൻ. അപ്പൊ വാട്ട് ടു സ്റ്റഡി എന്ന് പറഞ്ഞാൽ ആദ്യം സ്ട്രോങ്, അത് കഴിഞ്ഞ് വീക്ക് ആയത്. വെൻ ടു സ്റ്റഡി, എപ്പോഴാണ് പഠിക്കേണ്ടതാണ്. ആ കുട്ടിക്ക് പഠിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണോ ആ സമയത്ത് പഠിക്കും. ഇപ്പൊ ചില ആൾക്കാർ പറയും എനിക്ക് രാത്രി നിന്ന് പഠിച്ചാലാണ് നല്ലതെന്ന്. എല്ലാവർക്കും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കൂടുതൽ പറയാ രാത്രി ബ്രെയിന് റെസ്റ്റ് കൊടുക്കണം എന്നാണ്. ഇതെല്ലാവരും എനിക്ക് അപ്ലൈ ചെയ്യണമെന്നില്ല. ചില വ്യക്തികൾക്ക് രാത്രി പഠിച്ചാലായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അത് അവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ രാത്രി അവർക്ക് റെസ്റ്റ് കൊടുക്കണം. വേർ ടു സ്റ്റഡി എവിടെ നിന്നാലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നതെന്ന് അവിടെ നിന്ന് പഠിക്കണം. ആ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ വിരുന്നുകാരുണ്ടാവാൻ പാടില്ല. പറ്റുമോ? മക്കള് പഠിക്കുമ്പോൾ അമ്മ അല്ലെങ്കിൽ പാരന്റ്സ് കുട്ടിയുടെ കൂടെ വന്നിരിക്കണം. കൂടെ വന്നിരിക്കുമ്പോൾ വീട്ടിൽ വിരുന്നുകാരെ എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുമോ? അവരൊന്നും അവരോട് പുറത്തു പോകാൻ പറയണം. സാധിക്കുമോ? കാരണം ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന ഒരു എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് നമ്മുടെ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇപ്പൊ കുട്ടിയുടെ റൂമിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ അപ്പുറത്തെ റൂമിൽ TV ഓൺ ചെയ്ത് വെച്ചു, സൗണ്ട് വരുന്നു, ഡിസ്ട്രാക്ഷൻ വരും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് വെച്ചു, ചെയ്യാൻ പാടില്ല. ഹൂ ടു സ്റ്റഡി, ആര് പഠിക്കണം? ആ വ്യക്തി തന്നെ പഠിച്ചിരിക്കണം. വൈ ടു സ്റ്റഡി, എന്തിനാ പഠിക്കണേ? ആ ഗോഡ് ഫാദർ സിനിമ കണ്ട ഓർമ്മയുണ്ടെങ്കിൽ അതിൽ ഇന്നസെന്റ് ജഗദീഷിനോട് ചോദിക്കണ്ടേ നീ എന്തിനാ പഠിക്കണേ ചോദിക്കണ്ട്. ജോലി വാങ്ങാൻ, നമ്മുടെ അറിവ് സമ്പാദിക്കാനാണ്, നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാനുള്ള അറിവ് സമ്പാദിക്കാനാ പഠിക്കണേന്ന് വന്നാ നമുക്ക് കറക്റ്റ് ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ ഹൗ ടു സ്റ്റഡി, എങ്ങനെ പഠിക്കണം, അവിടെയാണ് കുറച്ച് ശ്രദ്ധിക്കാനുള്ളത്. എങ്ങനെ പഠിക്കണം എന്ന് ചോദിക്കുമ്പോൾ സാധാരണ ഇവരെ ഇരുത്തുമ്പോൾ സ്റ്റൂളും ഇരുത്തണം. ബെഡിൽ ഇരുന്ന് പഠിക്കാൻ പാടില്ല. ബെഡ് റെസ്റ്റ് ചെയ്യണതാണ്.
ഇപ്പൊ നമ്മൾ ബെഡിൽ നിന്ന് പഠിക്കുമ്പോൾ നമ്മൾ തലച്ചോർക്ക് ഒരു മെസ്സേജ് യു നീഡ് റെസ്റ്റ്. അപ്പൊ 2 കൺപോളകൾക്കും വെയിറ്റ് കൂടും, അവർ ഉറങ്ങാം. അപ്പൊ മാക്സിമം സ്റ്റൂളും ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മുടെ ബോഡി സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ സ്പൈനൽ കോഡ് സ്ട്രെച്ച് ചെയ്തിരിക്കാൻ പറ്റും. ആ സ്ട്രെച്ച് ചെയ്തിരിക്കുമ്പോൾ ശരീരത്തിൽ മാക്സിമം ഓക്സിജൻ കിട്ടും. നമ്മുടെ ശരീരത്തിലെ 3 ഭാഗങ്ങൾ, ഒന്ന് കാൽപാദവും ഫ്ലോറും, കാൽമുട്ടിന്റെ പുറകുവശം, വയറും തുടങ്ങി 90 ഡിഗ്രി ആംഗിളിൽ വെക്കണം. അരമണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് ബ്രേക്ക് ചെയ്യണം. ഈ പഠിക്കുന്ന സമയത്ത് പാരന്റ്സ് കുട്ടിയുടെ വലത്തെ സൈഡിൽ ഇരിക്കണം, ഇടത്തെ സൈഡിൽ യാതൊരു കാരണവശാലും ഇരിക്കാൻ പാടില്ല. ആ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പാരന്റ്സ് പഠിപ്പിക്കണത് കുറച്ച് കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി അന്തസ്സായിട്ട് തെറ്റായ ആൻസർ പറഞ്ഞാൽ ഓൺ ദ സ്പോട്ട് കൈമടി വരും. ഈ അടി ഒഴിവാക്കാനായിട്ട് ഒന്ന് പഠിക്കുന്ന തല്ലാൻ പാടില്ല, അത് വേറെ വിഷയം. അപ്പൊ ഇടത്തെ സൈഡിൽ ഇരിക്കാം, വലത്തെ സൈഡിൽ നമുക്ക് ഇങ്ങനെ തല്ലാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പാരന്റ്സ് വലത്തെ സൈഡിൽ വേണം ഇരിക്കാം. ഓരോ അരമണിക്കൂർ കഴിഞ്ഞാൽ 10 മിനിറ്റ് ബ്രേക്ക് ചെയ്യണം. ആ ബ്രേക്ക് ചെയ്യണ സമയത്ത് ഇവര് പഠിച്ച ഭാഗവുമായിട്ട് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ സ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പഠനം വളരെ സിമ്പിൾ ആക്കാൻ പറ്റും. ഇനി ഈ പഠനം സിമ്പിൾ ആക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ സാധനം എക്സാം ആണ്. ഈ എക്സാമിനേഷനോട് ബന്ധപ്പെട്ട് ഒന്നവർക്ക് നല്ല ഹെൽത്തി അറ്റ്മോസ്ഫിയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. നമ്മളിപ്പോ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ, പ്രത്യേക ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, സ്കൂളായിക്കോട്ടെ, പല ഓഫീസുകളായിക്കോട്ടെ, അവിടെ നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും, നോ സ്മോക്കിംഗ് ഏരിയ. അതുപോലെ ചില റോഡുകളിലൂടെ പോകുമ്പോൾ ഹോൺ ഫ്രീ ഏരിയ കാണാം. കാരണം വെഹിക്കിൾസ് അവിടെ ഹോൺ അടിക്കാൻ പാടില്ല. ആ സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ അങ്ങനെ എല്ലാം ഫ്രീ എഴുതി വെക്കുന്നത് പോലെ എന്തുകൊണ്ട് നമ്മുടെ വീട് മൊബൈൽ ഫ്രീ ഏരിയ ആക്കി കൂടാ, അനാവശ്യമായ സമയം ഉപയോഗിക്കാതിരിക്കാൻ? കാരണം ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്, അനാവശ്യമുണ്ട്. അത് സെലക്ട് ചെയ്യാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അഡിക്ഷൻ ഉണ്ടാവില്ല. രാത്രി 10 മണി മുതൽ 5 മണി വരെ, വെളുപ്പിന് 5 മണി വരെ നിർബന്ധമായിട്ട് വീട് ഉറങ്ങിയിരിക്കണം. ഇപ്പൊ പരീക്ഷ കഴിഞ്ഞാൽ ഇവരെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും. പോയി പഠിക്കടാന്നാണ്. ആ പോയി പഠിക്കടാന്ന് വാക്ക് പറ്റില്ല. അവിടെ പഠിക്കാൻ വിളിക്കുമ്പോ പാരന്റ്സ് ചെല്ലുമ്പോ നേരെ കുട്ടിയുടെ ഇടത്തെ ഷോള് തട്ടിയിട്ട് മോനെ അല്ലെങ്കിൽ മോളെ നമുക്ക് പോയി പഠിക്കല്ലേ, നമുക്ക് പോയി പഠിക്കല്ലേ എന്നാണ്, നീ പോയി പഠിക്കാന്നല്ല. എന്നിട്ട് കുട്ടിയുടെ വലത്തെ സൈഡിൽ പോയിരിക്കുന്നു. അതുപോലെ ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ഉപയോഗിച്ച് ആൽക്കഹോൾ, സ്മോക്കിംഗ്, ലഹരി എന്ത് ഉപയോഗിച്ച് വീട്ടിൽ വഴക്കുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടികളുടെ പഠനത്തിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് വരും. അതുകൊണ്ടാണ് ഹെൽത്തി അറ്റ്മോസ്ഫിയർ വേണം വന്നത്. എന്റർടൈൻമെന്റ് ഏരിയാസ് ഒഴിവാക്കുക പഠിക്കുന്ന ഏരിയയിൽ. ആ പഠിക്കുമ്പോൾ പഠനത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യണ സമയത്ത്, സ്കൂളിന്റെ പേര് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അവിടെ ഒരാള് കുട്ടികൾക്ക് പരീക്ഷാ പേടി മാറ്റാൻ വേണ്ടിട്ട് വന്ന് ക്ലാസ് എടുത്തു. നിങ്ങൾ തെക്കോട്ട് നോക്കിയെന്ന് പഠിച്ചാൽ നിങ്ങൾ പഠിച്ചൊക്കെ മറന്നു, ഒറ്റ വാക്കാ പറഞ്ഞു. ഇതുവരെ പഠിക്കുമ്പോ തെക്കാണോ വടക്കാണോ കിഴക്കോ പടിഞ്ഞാറോ നോക്കാത്ത പിള്ളേര് വേവലാതിപ്പെട്ട് പിന്നത്തെ ദിവസം മുതൽ എനിക്ക് അത് ട്രീറ്റ് ചെയ്യലാണ് മെയിനായിട്ട്. ഞാൻ ഇത്ര ദിവസം തെക്കോട്ട് നോക്കിയാ പഠിച്ചേ, ഞാൻ പഠിച്ചൊക്കെ പോയില്ലേന്ന്. അടുത്ത ആള് പറഞ്ഞത് നമ്മൾ പഠിക്കുന്ന സമയത്ത് കാല് നിലത്ത് വെച്ചാൽ പഠിച്ചൊക്കെ അർത്ഥമായി പോകുന്നു. എന്താ ഒരു ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. ഇങ്ങനെ ഒരേ കൺസെപ്റ്റ് തെറ്റായ മനസ്സിൽ കയറുമ്പോൾ അവർക്ക് വേവലാതി കൂടണം. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് ഒന്ന് സിറ്റിംഗ് പൊസിഷൻ കറക്റ്റ് ആണ്. അത് നമ്മുടെ സ്പൈനൽ കോഡിനെ 55 മിനിറ്റ് ഒരു ഒറ്റ സ്ട്രെച്ച് നിർത്താൻ പറ്റും. ഈ 55 മിനിറ്റ് നമ്മളൊന്ന് ബോഡി ഒന്ന് ഷേക്ക് ചെയ്താൽ മതി, സ്പൈനൽ കോഡിന് വേണ്ട റിലാക്സേഷൻ കിട്ടി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് മാക്സിമം ഓക്സിജൻ കിട്ടും. ആ ഓക്സിജൻ കിട്ടി കഴിഞ്ഞാൽ ബോഡിയിൽ ബ്ലഡ് വഴി എല്ലാ സെല്ലിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യും. ബോഡി അലർട്ടായിരിക്കും. നമ്മൾ ചെയ്യുന്ന സാധനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ആ അരമണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് ബ്രേക്ക് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ 45 മിനിറ്റ് കഴിഞ്ഞാൽ ടീച്ചർ മാറിപ്പോണത്. നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ 30 to 45 മിനിറ്റ്സ് ആണ്. പണ്ട് കാലത്ത് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ കാണാൻ പറ്റിയ ഒരു ചാനൽ ഉണ്ടായിരുന്നു, ഏതാ അറിയാം? അല്ലെങ്കിൽ ചാനലിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഏതാ പറയാൻ പറ്റുമോ? ഇന്ന് n നമ്പർ ഓഫ്
ചാനൽസ് ആണ്. പക്ഷെ പണ്ട് കാലത്ത് ഒരു ഡിസ്ട്രാക്ഷനും കൂടാതെ കാണാൻ പറ്റിയൊരു ഐറ്റം ഉണ്ടായിരുന്നു നമ്മുടെ ടിവിയിൽ. ഏതാ പറയാൻ പറ്റും? അത് ന്യൂസ് ചാനലായിരുന്നു. ആ ന്യൂസ് ചാനൽ 20 മിനിറ്റ് ആയാലും 30 മിനിറ്റ് ആയാലും തുടർച്ചയായിട്ട് വരിക. ഇപ്പോ ഇന്നത്തെ അവസ്ഥ എന്താ? പ്രധാന വാർത്തകൾ പരസ്യം വന്നു, നമ്മൾ ഉടൻ തന്നെ ചാനൽ സ്കിപ്പ് ചെയ്തു. അവിടെ വരുമ്പോ അവിടുത്തെ പ്രധാന വാർത്ത അടുത്ത പരസ്യം വന്നു, നമ്മൾ വീണ്ടും സ്കിപ്പ് ചെയ്തു. ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ നമ്മൾ കുറയുകയാണ്. അപ്പൊ നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ ഒരു 30 മിനിറ്റ്സ് സെറ്റ് ചെയ്യുക, കഴിഞ്ഞ 10 മിനിറ്റ് ബ്രേക്ക് ചെയ്യുക. ആ 10 മിനിറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്ന് കുറച്ച് വെള്ളം കുടിക്കണം, ഒന്ന് നടന്നു വന്നോട്ടെ, ബാക്കി എന്ത് ആക്ടിവിറ്റി ആണെങ്കിൽ ഉപയോഗിച്ച് സ്ക്രീൻ അത്യാവശ്യമാണെങ്കിൽ മാത്രം. അപ്പൊ അവര് പഠിച്ച ഭാഗത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആ സ്ക്രീൻ അവരുടെ മൊബൈൽ ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. ഇനി മൊബൈൽ ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടില് നമ്മുടെ വീട്ടിലെ അവസ്ഥ ആയിരുന്നു. എല്ലാ അംഗങ്ങളും അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. ആദ്യം പ്രാർത്ഥിച്ചിട്ട് ഫുഡ് കഴിച്ചിരുന്നു. ഇന്നോ തോന്നിയ നേരത്തെ ഒന്ന് കഴിക്കും, തോണ്ടിക്കൊണ്ട് കഴിക്കും. ഇങ്ങനെ കഴിച്ചാൽ ഞാൻ സാധാരണ പറയാറുള്ളത്, ഭാഗ്യം ഉണ്ടെങ്കിൽ ബന്ധുക്കൾക്ക് അടിയന്തര സദ്യ കൊടുക്കാൻ പറ്റുമെന്ന് പറയാറുള്ളൂ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യമാണ്. ഇപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചാൽ എന്റെ ഭാഗ്യമാണ്. അതേപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്ക്രീൻ ഉപയോഗിച്ച് അവര് മരണപ്പെടുകയാണെങ്കിൽ ഭാഗ്യം വേണം. രണ്ടാമത്, ഇന്നത്തെ കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി. ഈ ജനിച്ച കുട്ടികൾക്ക് ഭക്ഷണം ഫീഡ് ചെയ്യുമ്പോൾ അവര് സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്. സോറി. അപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ച് ഈ ലൈറ്റ് കണ്ടാലാണ് തിരിച്ചറിയുന്നത് ഭക്ഷണം കഴിക്കേണ്ട സമയമാണെന്നുള്ളത്. കണ്ടീഷൻ ചെയ്യാണ് കുട്ടിയെ. അപ്പോ രണ്ടാം സംഭവം ഞാൻ പറയാച്ച, എനിക്ക് പാരന്റ് എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വയ്യ. വേണമെങ്കിൽ കഴിച്ചോ. പണ്ട് കഥയും പാട്ടും പറഞ്ഞു കൊടുത്ത് ഭക്ഷണം കൊടുത്തിരുന്ന സ്ഥലത്ത് ഇന്നല്ല ചെറിയ ബോക്സിലേക്ക് മാറി. ചെറിയ കുട്ടികൾക്ക് വരെ കൊടുക്കുന്നത് ഇതാണ്. അപ്പൊ ഈ സംഭവം ഒരിക്കലും നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. ചെന്ന് നിർബന്ധമായിട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്താലും വാശി പിടിച്ചെങ്കിൽ ഭക്ഷണം കളയുക. പിന്നെ അന്ന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. കാരണം ഇന്നത്തെ പാരന്റ്സിന് നോ പറയാൻ പറ്റുന്നില്ല. പാരന്റ്സിന് നോ പറയാൻ പോയാൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണ്, വിട്ടുകളയുക. ഒരു കുട്ടി അമ്മോട് പറഞ്ഞു കുട്ടിക്ക് ഐഫോൺ വേണമെന്ന് പറഞ്ഞു. സിമ്പിൾ ഫോണായിരുന്നു, ചെറിയ ആവശ്യമുള്ളൂ, 1.5 ലക്ഷത്തിന്റെ. അമ്മ പറഞ്ഞു തരില്ല പറഞ്ഞു. അപ്പൊ അവരെ അയൽപ്പക്കത്ത് ആരോ ഒരു സൂയിസൈഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതുപോലെ സൂയിസൈഡ് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ചോദിച്ചു, ഇങ്ങനെ പ്ലാൻ ചെയ്യാന്ന് വെച്ചു. ഞാൻ വീടിന്റെ മുകളിൽ ചാടുന്നു പറഞ്ഞു. നീ മുകളിലെ പൊക്കോ, ഞാനും പിന്നാലെ വരാന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഞാൻ ഇതുവരെ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരാൾ ചാടുന്ന നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാം. നീ ചാടിയിട്ട് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടുകാരെ ബോധിപ്പിക്കാൻ കറിയാം, എനിക്ക് സങ്കടം ഉണ്ടാകും. നിന്റെ വിധി അത്രയാണെന്ന് അറിയും. ആ സമയത്ത് കൈയും കാലും ഒടിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഞാൻ ലീവ് എടുത്തിരിക്കില്ല, ഒരു ഹോം നേഴ്സിനെ വെക്കും, ഭക്ഷണമായിട്ട് കഞ്ഞിയും പപ്പടും ഒന്നിന് വേറെ ഒന്നും തല്ല, ചാടിക്കോളാ പറഞ്ഞു. ഞാൻ ചാടും, നീ ചാടിക്കോ, എനിക്ക് വിഷമല്ല പറഞ്ഞു. ലാസ്റ്റ് ആ പയ്യൻ മിണ്ടാതെ ഇറങ്ങിപ്പോ. കാരണം ഇത് ഭീഷണിയാണ്. എന്നിട്ട് ടീച്ചർ എന്നോട് ചോദ്യം ചോദിച്ചു, കഷ്ടകാലത്തിനെ കുട്ടി ചാടി എന്താ ചെയ്യാം? ഒന്നും ചെയ്യുന്നില്ല. അത് വിധിയാണ് വിചാരിക്കണം. ഇപ്പൊ നമ്മൾ നോ പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റും. അപ്പൊ ഇത് നമ്മുടെ ഫാമിലി ടൈം സ്ക്രീൻ പാടില്ല, ഫുഡ് ടൈമില് സ്ക്രീൻ പാടില്ല. ഇത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ നാളെ ഗാസിയാബാദില് 3 കുട്ടികൾ സൂയിസൈഡ് ചെയ്തു. അത് വന്നപ്പോ ഇവിടെ ഒരു FM റേഡിയോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു അതുമായി ബന്ധപ്പെട്ട ടോക്കിന്. ഞാൻ ഒരു സിമ്പിളായിട്ട് സാധനം ചോദിച്ചു. നമ്മൾ ഫെറാറി കാർ ഉപയോഗിക്കുകയാണ്. ആ ഫെറാറി കാർ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ സൈക്കിളിന്റെ ബ്രേക്ക് വയ്ക്കുന്നുണ്ടാവും. ഫെറാറി കാറും സൈക്കിൾ ബ്രേക്കും അൺകൺട്രോളബിൾ ആണ് അല്ലേ? ഇതാണ് അഡിക്ഷൻ. നമുക്ക് വേണ്ടത് ഏതാണോ വേണ്ടാത്ത ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ അറിയണം. അതായത് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്താണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പഠിപ്പിക്കും. ഈ പഠിപ്പിച്ചാൽ നമുക്കിത് വളരെ കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇനി മെയിൻ സാധനം എക്സാമിന്റെ.
നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നല്ല തണുപ്പുള്ള സമയത്ത് നമ്മൾ 2 കൈയും കൂടി റബ്ബ് ചെയ്യാറുണ്ട്. അതേപോലെ ഇവർ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഏറ്റവും സ്ലോയില് മൂക്കിലൂടെ ഇൻഹേൽ ചെയ്യുക, കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക, വായയിൽ കൂടെ എക്സേൽ ചെയ്യുക. അങ്ങനെ ഏറ്റവും സ്ലോയില് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ശരീരത്തിലേക്ക് മാക്സിമം ഓക്സിജൻ എത്തിക്കോളും. അതുപോലെ സ്ലോലി എക്സേൽ ചെയ്യുമ്പോൾ ശരീരത്തിലെ മാക്സിമം വേസ്റ്റ് ഗ്യാസ് പുറത്തു പോകും. ഇങ്ങനെ സ്ലോലി ബ്രീത്തിങ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ശരീരത്തിലേക്ക് മാക്സിമം ഓക്സിജൻ എത്തുമ്പോൾ അവയർനെസ് കൂടും. രണ്ടാമത് ബോഡി ഫുള്ളി റിലാക്സ്ഡ് ആകും. ഇതൊരു 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കുക. ആ വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിൽ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കിട്ടുന്നു. ക്ലാസ്സിൽ പോയിരുന്ന് ആദ്യം തന്നെ ഒരു 10 പ്രാവശ്യം 10 സെക്കൻഡ് കൊണ്ട് 50 പ്രാവശ്യം എന്ന രീതിയിൽ കൈ 2 റബ്ബ് ചെയ്യുക. ഹൈ ഫാസ്റ്റ് ആയിരിക്കും, കൈ നല്ല ചൂടായി ഉണ്ടാവും. ഈ ചൂട് വരുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഓക്സിജൻ കറക്റ്റ് പാസ് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ കൂൾ ഓഫ് ടൈം ഉണ്ട്. ഈ കൂൾ ഓഫ് ടൈമിൽ ആദ്യം ക്വസ്റ്റ്യൻസ് എല്ലാം വായിക്കും. ഏറ്റവും ആദ്യം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ഇതിൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻസ് നോക്കുക. ഒപ്പം അതിന്റെ മാർക്ക് എത്രയാണെന്ന് നോക്കാം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യന് 10 മിനിറ്റ് കളയാൻ പാടില്ല. ആ 2.5 മണിക്കൂറിൽ 3 മണിക്കൂറാണ് എക്സാം ടൈം എങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് എക്സാം സ്റ്റോപ്പ് ചെയ്യാനുള്ള രീതിയിൽ എഴുതി ഉണ്ടാക്കുക. എന്നിട്ട് ഈ 10 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഓടിച്ച് വായിക്കുക. അപ്പൊ എവിടെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു സ്റ്റെപ്പ്. രണ്ടാമത്, എക്സാം ഫിയർ മാറ്റാൻ ഏറ്റവും പറ്റിയ ഒരു വ്യക്തിയുണ്ട്, അത് അമ്മയാണ്. ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അമ്മയുടെ ഇടത്തെ ഷോൾഡർ ചേർത്ത് ഒരു ഹഗ് വാങ്ങിക്കുക. 2 പുരികത്തിനടുക്കൊരു ഉമ്മ കൊടുക്കുക. വലത്തെ സൈഡിൽ പോകുന്നു നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതി വരാൻ പറയും. അത് എക്സാം ഫിയർ ഉണ്ടാവില്ല. ഒരു ദിവസം പോരാ, എക്സാമിന്റെ സമയത്ത് പോരാ, ഇത് എല്ലാ ദിവസവും പോകാം. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ട സാധനം ഇതാണ്. ലെഫ്റ്റ് ഷോൾഡർ ചേർത്ത് ഹഗ് വാങ്ങിക്കുക, 2 പുരികത്തിനടുക്ക് ഉമ്മ കൊടുക്കുക, വലത്തെ ഷോൾഡർ പാറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഏരിയാസ്. ഇപ്പോൾ സാധാരണ സ്കൂൾ മൺഡേ ടു ഫ്രൈഡേ ആണ്. ഈ മൺഡേ മുതൽ ഫ്രൈഡേ വരെ കുട്ടി എന്ത് ലേൺ ചെയ്തു എന്ന ഏരിയ നെക്സ്റ്റ് മൺഡേ ആ സബ്ജക്റ്റുകൾക്ക് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാം. ട്യൂസ്ഡേ വെൻസ്ഡേ ആ ക്വസ്റ്റ്യൻസിന് വേണ്ട ആൻസർ സെറ്റ് ചെയ്യാം. തേഴ്സ്ഡേ സെൽഫായിട്ട് എക്സാം കണ്ടക്ട് ചെയ്യാം. ഫ്രൈഡേ ആ ആൻസർ ഷീറ്റ് ആദ്യം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വാല്യൂ നടത്തുക. ആ സ്ട്രിക്റ്റ് ആയിട്ട് വാല്യൂ നടത്തുമ്പോൾ അതിൽ കുത്തും കോമയ്ക്കും വരെ മാർക്ക് കൊടുത്തോളൂ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാക്സിമം 60% കൊടുക്കുക. കാരണം ഓരോ പോയിന്റും വെച്ച് ചെക്ക് ചെയ്യണം. ഇത് കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പർ ലിബറൽ ആയിട്ട് നോക്കുക. ഇപ്പോ ആളെഴുതണം ഐലൻഡ് ISL അത് ഐലൻഡ് ആണ് ഉറപ്പിച്ചു, നമ്മൾ മാർക്ക് കൊടുത്തു. അപ്പോ 5 മാർക്കിന് 4.25 കൊടുത്തോളൂ. ഇപ്പൊ 2 മാർക്ക് സിസ്റ്റം കിട്ടി. ഈ 2 മാർക്കും കൂടി കൂട്ട്, ഡിവൈഡ് ബൈ 2. അത് ആ കുട്ടിയുടെ ബേസ് മാർക്കായിരിക്കും. ഒരിക്കലും അത് താഴെ വരില്ല. പിന്നെ അവർ ഏത് എക്സാമിൽ പോകുമ്പോഴും അവർക്ക് ബേസ് മാർക്കിൽ കിട്ടും. ഇവിടെ സംഭവിക്കണം എന്താ വെച്ചാൽ ഓരോ പ്രാവശ്യം ഇവര് ഇതുപോലെ പേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാമെന്ന ഒരു ഐഡിയ കിട്ടും. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾക്ക് എങ്ങനെയെല്ലാം ആൻസർ സംഘടിപ്പിക്കണം, എക്സാമിന്റെ സമയത്തിനുള്ളിൽ എഴുതി തീർക്കണം. ഡെയിലി അവർ പ്രാക്ടീസ് ആവും. ഓരോ പ്രാവശ്യം ഇതുപോലെ എക്സാം ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം വരുന്ന ഷോർട്ട് ടൈം മെമ്മറി ലോങ് ടൈം മെമ്മറി ആയിട്ട് മാറും. അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. ഇപ്പൊ പണ്ട് കാലത്ത് ഇപ്പൊ ഉണ്ടോ അറിയില്ല, ജ്വല്ലറികളില് ഗോൾഡ് സ്കീം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഗോൾഡിന് വേണ്ടി പൈസ ഗോൾഡ് ബുക്ക് ചെയ്യുമ്പോൾ ഇന്നത്തെ റേറ്റിൽ നമുക്ക് ഗോൾഡ് കിട്ടും. നമ്മൾ എന്നാണോ ഗോൾഡ് വാങ്ങിക്കാൻ പോണേ അന്ന് നമ്മൾ ബുക്ക് ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ ബുക്കിംഗ് റേറ്റും, കുറവാണെങ്കിൽ കുറഞ്ഞ റേറ്റാണ് തരുന്നത്. അതേപോലെ ഈ സിസ്റ്റം കുട്ടികൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ബേസ് മാർക്ക് ഗ്യാരണ്ടീഡ് ആണ്. അതിന് എബോവ് മാർക്ക് അവർ സ്കോർ ചെയ്യുള്ളൂ.
ഇത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിക്കാറുണ്ട്. അവരുടെ സപ്പോർട്ട് വേണം, നമ്മൾ മാത്രം വിചാരിച്ചൊന്നും നടക്കില്ല. ഇതാണ് ഏറ്റവും നല്ല മെത്തേഡായിട്ട് കൊടുക്കാറുള്ളത്. ഒന്ന്, നല്ലോണം കോൺഷ്യസ് ബ്രീത്തിങ് പറഞ്ഞാൽ അവരുടെ റിലാക്സേഷൻ ഡീപ്പൻ ചെയ്യും, അതുപോലെ അവയർനെസ് ഉണ്ടാവും. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനുള്ള റിവിഷനാണ്. എക്സാം സ്ട്രെസ് കുറയ്ക്കാനുള്ള ഏറ്റവും അവസാനം റിവിഷനാണ്. മൈ ആറ്റിറ്റ്യൂഡ് ഇൻ എക്സാം, ദേ ഗീവ് ക്വസ്റ്റ്യൻ ഐ ഡോണ്ട് നോ, ഐ ഗീവ് ആൻസർ ദേ ഡോണ്ട് നോ. ഇതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. അത് പറ്റില്ല. അപ്പൊ റിവിഷൻ ചെയ്യുമ്പോൾ, ഓരോ പ്രാവശ്യം റിവിഷൻ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത്, ഷോർട്ട് ടൈം മെമ്മറി ലോങ് ടൈം മെമ്മറി ആയി മാറി. ഇനി എക്സാം ഹോളിൽ കയറുമ്പോൾ നേരത്തെ പറഞ്ഞ സാധനമാണ്, എല്ലാ ക്വസ്റ്റ്യൻസും ആദ്യം വായിക്കുക. നമ്മുടെ ആൻസർ ഷീറ്റ് നല്ല ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യുക. പരമാവധി ഫസ്റ്റ് പേജിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ വെട്ടണത് ഒഴിവാക്കുക. ചില ആൾക്കാര് നല്ലോണിട്ട് പേനിട്ട് കറപ്പിക്കും, അല്ലെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ നോക്കുന്ന ടീച്ചറുടെ മാനസികാവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല, ടീച്ചർ ഒറ്റ കട്ട് ചെയ്യും. അപ്പൊ നമ്മൾ എഴുതി തെറ്റാണെങ്കിൽ ജസ്റ്റ് എഴുതിയതിന്റെ അവിടെ 2 ലൈൻ വരച്ചാൽ മതി. അപ്പൊ നോക്കുന്നവർക്കറിയാം ഇത് തെറ്റാണ്, ഞാൻ വെട്ടിയിട്ടതാണ്. നല്ല പെൻസില് റബ്ബർ ഉപയോഗിക്കുക. ചിലതൊക്കെ മാച്ച് കഴിഞ്ഞാൽ കൺമഷി ഉപയോഗിച്ച പോലെ വരും പേപ്പർ, ശരിക്കും കറുത്ത കളറായി വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള പേന, ഇപ്പൊ ആദ്യത്തെ പേജിൽ പേന ഉപയോഗിച്ചാൽ അവസാനത്തെ പേജ് വരെ എഴുതാൻ അതിന്റെ റിഫ്ലക്ഷൻ വരുന്ന പേനൽ ഉപയോഗിക്കാൻ പാടില്ല. നല്ല പേന ഉപയോഗിക്കുക, നല്ല പെൻസിൽ ഉപയോഗിക്കാതെ HB ആയിരുന്ന സാധാരണ സ്റ്റുഡൻസ് ഉപയോഗിക്കുന്ന പെൻ, അതുപോലെ നല്ല ഇറേസർ ഉപയോഗിക്കുക. ഏറ്റവും ആദ്യം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നോക്കുക. അപ്പൊ ഒപ്പം അതിന്റെ ആൻസറും കൂടി എത്ര മാർക്കാണ് ശ്രദ്ധിച്ചിരിക്കണം. അതിനുശേഷം 10 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്ത് എഴുതിയതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് എവിടെയാണോ കറക്ഷൻ വല്ലതുണ്ടെങ്കിൽ അത് തിരിച്ച് കറക്റ്റ് ചെയ്യാനും അവർക്ക് സാധിക്കും. നേരത്തെ പറഞ്ഞതാണ്, താരതമ്യം എന്ന സിനിമയില് ബ്രെയിനിന്റെ ലെഫ്റ്റ് പോർഷനേക്കാൾ കൂടുതൽ റൈറ്റ് പോർഷനാണ് ആക്റ്റീവ് ആയത്. അതുകൊണ്ടാണ് ഈ പയ്യൻ പെയിന്റിങ്ങിൽ എക്സ്പെർട്ട് ആയത്. അതുകൊണ്ട് ദിവസവും ഇവരെ കൊണ്ട് ഒരു എക്സസൈസ് ചെയ്യിക്കുക. ദിവസം ഏത്തോടാൻ പറയും. ഏത്തോടുമ്പോ 2 കൈയും ക്രോസ് ചെയ്തിരിക്കണം. വെറുതെ തല കുമ്പട്ടാ പോലെ, ശരിക്കും നമ്മൾ സിറ്റപ്പ് ചെയ്യുന്ന പോലെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രെയിൻ കമ്മ്യൂണിക്കേഷൻ കൂടിപ്പോകും. ഇത് എല്ലാ ദിവസവും ഇവരെ കൊണ്ട് ചെയ്യിക്കുക. ഇവരെ കൊണ്ട് ദിവസം കൃത്യമായിട്ട് ഉറങ്ങാൻ അവസരം കൊടുക്കണം. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ലെവൽ എലിമിനേഷൻ എക്സസൈസ് പ്ലാൻ ആണ്. നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് കളയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എക്സസൈസ് ആണ് ഉറക്കം. ഇപ്പോ ഒരു മാസം വരെ ഭക്ഷണത്തെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഭയങ്കര അസ്വസ്ഥതകൾ വരാം. ഈ അസ്വസ്ഥതകൾ വന്നത് മാറ്റാനായിട്ട് ഡോക്ടറെ കണ്ട് മെഡിസിൻ കഴിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഉറക്കം പോയി കഴിഞ്ഞാൽ ആ ബോഡി ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അതുപോലെ ചിലപ്പോൾ ഒരു ദേഷ്യം കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യും. രണ്ടാമത്, ചില കുട്ടികൾക്ക് സെൽഫ് കോൺഫിഡൻസ് കുറവായിരിക്കും. ആ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടോ ഇല്ലയെന്ന് കണ്ടെത്താനാണ് ഏറ്റവും നല്ല വഴി, അവർ സംസാരിക്കുമ്പോൾ അവർ കണ്ണെവിടെയാ നോക്കിയാൽ മതി. ആ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളാണ് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് സംസാരിക്കുള്ളൂ. ഇപ്പൊ ദിവസവും രാത്രി 9 മണിക്ക് മുമ്പ് വീട്ടിലെ എല്ലാ അംഗങ്ങളും കൂടി ഒരു 10 മിനിറ്റ് കണ്ണിൽ നോക്കി സംസാരിക്കും. രണ്ടാമത്, വീട്ടില് IPCR നടപ്പിലാക്കുക, ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. എൻ്റെ ഒരു കാഴ്ചപ്പാടില് ലോകത്തെ ഏറ്റവും വില കൂടിയ മരുന്ന് ടച്ചാണ്. നല്ല ടച്ച് കൊടുക്കുക. ആ ടച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിന്റെ 3 വിരല് നേരെ നെറ്റീമ വെച്ചിട്ട് ഏറ്റവും സാവധാനത്തിൽ മസാജ് ചെയ്യുക. ഇങ്ങനെ മസാജ് തലയുടെ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പുറകിൽ വരും. പുറകിൽ എല്ലാ ഭാഗത്തും കഴുത്തിന്റെ അവിടുത്തെ നേരെ ചെവിയുടെ പുറകിൽ കൂടെ വന്ന് വീണ്ടും ഫ്രണ്ടിൽ വരും. ഈ ഫ്രണ്ടിൽ വന്ന എവിടെ ഏറ്റവും കൂടുതൽ സുഖമല്ല ചോദിക്കും. ഇപ്പൊ ഏറ്റവും സുഖമുള്ള ഭാഗം അവർ പറഞ്ഞ അവിടെ ചെയ്തു കൊടുക്കും. ഇന്ന് ചെയ്യുന്ന അതേ സമയത്ത് നാളെ ചെയ്യും. ഉറങ്ങാൻ പോകുന്ന സമയത്ത്, രാവിലെ എണീറ്റ് വരുന്ന സമയത്തും അമ്മ പോയിട്ട് ആ കുട്ടിയുടെ 2 പുരികത്തിനടുക്കൊരു ഉമ്മ കൊടുക്കും.
ആ ഉമ്മ കൊടുക്കുമ്പോൾ 10 സെക്കൻഡ് ചുണ്ട് അവിടെ വെച്ചിരിക്കണം, ഒരു നനവ് ഫീൽ ചെയ്തിരിക്കണം. അതുപോലെ വീട്ടിൽ എല്ലാവരും കൂടി കളിക്കുക. കളിക്കണത് സ്ക്രീനല്ല വേണ്ടത്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണം. ആ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇപ്പൊ ബാഡ്മിന്റൺ, ബോൾ അങ്ങനെ വേണേൽ കളിച്ചാലും ഒപ്പം തന്നെ നമ്മൾ പണ്ട് കാലത്ത്, ഇന്നത്തെ കുട്ടികൾക്ക് അറിവുണ്ടാവില്ല, 100 കോല് കളിച്ചിട്ടുണ്ട്. 9 ചെറിയ ഇർക്കിലി ഒരു വലിയ ഇർക്കിലിയും പിടിച്ചിട്ട് ഈ കളി ദിവസം കളിപ്പിക്കുക. ആ 100 കോല് കളിക്കുമ്പോൾ നമ്മളൊരു ഈർക്കിലി എടുക്കുമ്പോൾ മറ്റേ ഈർക്കിലി അനങ്ങാതിരിക്കണം, കോൺസെൻട്രേഷൻ കൂടും. രണ്ടാമത് ഒരു സ്ഥലത്ത് ഇരുന്ന് കളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ കയറിയ ഇൻഫി ബാലൻസ് എന്ന് പറഞ്ഞ ടോയ് വാങ്ങിക്കാൻ കിട്ടും. ഫ്ലിപ്കാർട്ടിൽ റേറ്റ് കുറവാണ്, അതുകൊണ്ട് ഫ്ലിപ്കാർട്ട് പറഞ്ഞത്. ഇൻഫി ബാലൻസ്, INFIBALANCE. ഈ ടോയ് വാങ്ങിയിട്ട് പിള്ളേരായിട്ട് കളിക്കുക. അതും ഒരു സ്ഥലത്ത് ഇരുന്ന് കളിക്കേണ്ട ഗെയിമാണ്. അവിടെയും കോൺസെൻട്രേഷൻ കൂടും. ഇപ്പൊ നമ്മൾ സാധാരണ എൻ്റെ അടുത്ത് ADHD എന്ന് അവര് ലേബൽ ചെയ്ത് വരണത്, ഞാനല്ല ലേബൽ ചെയ്യാറ്. അവർക്ക് കൊടുക്കേണ്ട ആക്ടിവിറ്റിയാണ് ഇൻഫി ബാലൻസ് കളിക്കാൻ പറയും. അവർ കറക്റ്റ് അത് കളിച്ചു കഴിഞ്ഞാൽ നമുക്കത് അവരെ അറ്റൻഷൻ ഒക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും. അതിനോട് കുറച്ച് എക്സസൈസുകൾ മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യാറുള്ളത്, നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യം ഈ IPCR കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. കുട്ടിക്ക് ഉറങ്ങാൻ കൃത്യമായിട്ട് സമയം കൊടുത്തു കഴിഞ്ഞു. ദിവസവും അതേപോലെ നല്ല വെള്ളം കുടിച്ചിരിക്കണം. നമ്മളിപ്പോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞതിലേക്ക് എന്താ വെച്ചാൽ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹെൽത്തിന് ഡെഫിനേഷൻ എന്താ വെച്ചാൽ ഒരു വ്യക്തി ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, സ്പിരിച്വലി ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ ഡേ ബൈ ഡേ. ശാരീരികമായി, മാനസികമായി, വൈകാരികമായി, ആത്മീയമായി ഓരോ ദിവസം കഴിയുമ്പോൾ മെച്ചപ്പെട്ട് വരിക. ഇതാണ് ഹെൽത്തിന്റെ ഡെഫിനേഷൻ ഉണ്ട്. അങ്ങനെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറയണത്, ഒന്ന് സഫീഷ്യന്റ് സ്ലീപ്പാണ്. 7 മണിക്കൂർ 6 മിനിറ്റ് ഉറക്കം കിട്ടിയിരിക്കണം. അത് ഉറങ്ങാൻ കിടന്ന 10 മിനിറ്റ് കൊണ്ട് ഉറക്കം കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കുറെ ചിന്തകൾ കയറി വരും. അങ്ങനെ ചിന്തകൾ വരുമ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള മെത്തേഡാണ് ലോഫ്റ്റർ തെറാപ്പി. നല്ലോണം ചിരിക്കുക, നമ്മുടെ അക്ഷരമാല ക്രമത്തിൽ ചിരിക്കുക. ഈ ഊ എന്ന് പകരം ഹാ ഹാ ഹി ഹി എന്ന് ചിരിച്ചു കഴിയുമ്പോൾ എൻഡോർഫിൻ നമ്മുടെ ശരീരത്തിൽ സെക്രേറ്റ് ചെയ്യുമ്പോൾ അത് പെയിൻ റിലീസ് ആണ്. രണ്ടാമത് സഫീഷ്യന്റ് ആയിട്ട് വെള്ളം കുടിക്കണം. ഒരു ദിവസം മിനിമം 15 ഗ്ലാസ് വെള്ളം കുടിക്കണം. മൂന്നാമത് ന്യൂട്രിയസ് ഫുഡ്. ഈ ന്യൂട്രിയസ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും ഉണ്ടാക്കിയ തന്നെ ഫുഡാണ് ന്യൂട്രിയസ് ഫുഡ്. ഇത് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഹെൽത്ത് ഓക്കെയാണ്. രണ്ടാമത് മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്താ വെച്ചാൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാന്നാണ് വീട്ടിൽ. ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ വെച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സാബു സാറ് മാത്രമേ ക്യാമറ ഓൺ എനിക്ക് കാണാനുള്ളൂ. ഞാൻ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോ സാബു സാറിന്റെ വീട്ടിലേക്കാണ് എനിക്ക് പോകേണ്ടത്. ഞാൻ ഒരാളോട് ചോദിച്ചു, സാറിന്റെ ഈ അഡ്രസ്സ് കാണിച്ച് എങ്ങനെയാ പോണേ? നേരെ പോയാൽ മതി പറഞ്ഞിട്ടുണ്ടാവും. നേരെ എവിടേക്കാ പോകേണ്ടതില്ല. കാരണം ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ പുറത്തേക്ക് വന്ന് ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ ആള് പറഞ്ഞെത്തിയ. ഞാൻ അഡ്രസ്സ് കാണിച്ചപ്പോ ഇതല്ല, ഇത് നേരെ പോയാൽ മതി എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ പറയുന്നത്, ഈ പറയുന്നത് കേൾക്കാൻ അവർ തയ്യാറാവുന്നില്ല. അവര് പറയുന്നത് ഞാൻ കേട്ടാ. ഇതാണ് കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അപ്പോ ഈ മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുവരണമെന്ന് എന്ത് വേണം? വീട്ടിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണേ. ഷുഡ് കുഡ് അങ്ങനെയുള്ള കുറെ സാധനങ്ങളില്ലേ, അത് ഒഴിവാക്കുക. സംസാരിക്കുമ്പോൾ അത് ഒഴിവാക്കാൻ ആദ്യം കുറച്ച് കഷ്ടപ്പാട്, അതേ പിന്നെ നല്ല സുഖകരമായ കമ്മ്യൂണിക്കേഷൻ കിട്ടി. ഈ വാക്കുകൾ നമ്മുടെ വായിൽ വരില്ല. നീ ചീത്ത വിളിക്കണ്ടെങ്കിൽ ഒരിക്കലും കണ്ട മൃഗങ്ങളുടെ കുട്ടിച്ചാതന്മാരുടെ പേര് വിളിക്കുന്നതിന് പകരം ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിന്റെ പേര് ചേർത്ത് വിളിക്കുക. കാരണം കണ്ട മൃഗങ്ങളുടെ പേരോ പ്രേതപിശാച് കുട്ടിച്ചാതന്മാരെ വിളിക്കുന്നതിന് പകരം ആരാണോ ചീത്ത വിളിക്കുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിന്റെ പേര് ചേർത്ത് വിളിക്കുക. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം, ശിക്ഷിച്ചു കഴിഞ്ഞാൽ എന്തിനാ ശിക്ഷിച്ചത് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇപ്പോ കുട്ടി തെറ്റ് ചെയ്ത പാരന്റ് ശിക്ഷിച്ച ഉടൻ തന്നെ കുട്ടിയുടെ ഇടത്തെ പാരന്റ് ഇടത്തെ കൊണ്ട് പിടിച്ച് കുട്ടിയെ വലത്തെ ഷോളിൽ ചേർത്ത് നിർത്തുക. എന്നിട്ട് വലത്തെ ഷോൾ ഇടത്തെ ഷോളിൽ ചേർത്തിട്ട് വലത്തെ ഷോൾ തട്ടിയിട്ട് പറയാ, എനിക്ക് അവിടെ മോനെ മോളെന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എനിക്ക് മോനെ അല്ലെങ്കിൽ മോളെ നല്ല ഇഷ്ടമാണ്. മോൻ അല്ലെങ്കിൽ മോള് ചെയ്ത പ്രവൃത്തി തെറ്റായിരുന്നു, ആ തെറ്റിനാണ് ശിക്ഷിച്ചത്. നാളെ മുതൽ മോള് ചെയ്യില്ലേ, മോൻ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ തല്ല് കഴിഞ്ഞ രണ്ട് മൂലക്കിൽ നിന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ തെറ്റ് ചെയ്ത എന്തിനാണോ തെറ്റ് ചെയ്തേ എന്ന് വരെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം ചുരുക്കം. ഇത് കറക്റ്റ് കൊണ്ടുകഴിഞ്ഞാൽ ഈ IPCR നമുക്ക് വീട്ടിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇത് നേരത്തെ പറഞ്ഞ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞത്.
മൺഡേ ടു ഫ്രൈഡേ നമ്മൾ എന്താണോ സ്കൂളിൽ പഠിച്ചത് നെക്സ്റ്റ് മൺഡേ അത് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുക. ട്യൂസ്ഡേ വെൻസ്ഡേ അതിന് ആൻസർ സെറ്റ് ചെയ്യുക. തേഴ്സ്ഡേ സെൽഫായിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുക. ഫ്രൈഡേ സെൽഫ് വാല്യുവേഷൻ നടത്തുക. ആദ്യം സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുക. അത് കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം ലിബറൽ ആയിട്ട് വാല്യൂ ചെയ്യുക. ആ കിട്ടിയ 2 മാർക്കും ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 അത് അവരുടെ ബേസ് മാർക്ക് ആയിരിക്കും. ഇതാണിപ്പോ എന്റെ അസോസിയേഷൻ വെച്ചൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. ഗവൺമെന്റ് കേരളയില് രജിസ്ട്രേഷൻ ആണ്. അത് ഉദ്യമം MSME നിതി ആയോഗിലും രജിസ്ട്രേഷൻ ആണ്. മെയിൻ ലക്ഷ്യം എന്താ വെച്ചാൽ വേൾഡ് വൈഡ് പ്രൊഫഷണലൈസിനെ അപ്ലിക്കേഷൻ ലെവല് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുക. തിയറിക്കാരെ പ്രാധാന്യം കൊടുക്കാറില്ല, തിയറി അവർ പറഞ്ഞോട്ടെ. പക്ഷെ അപ്ലിക്കേഷൻ ലെവല് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അത് കേരളത്തിന് പുറത്തും ഓരോ ഏരിയയിലും ഇതിന്റെ എക്സ്പെർട്ടുകളുണ്ട്. അത് അവിടുത്തെ ഇൻചാർജ് ആണ്. കേരളത്തിന് പുറത്തല്ല, ഇന്ത്യക്ക് പുറത്തുണ്ട്. അപ്പൊ അവരുടെ കീഴിൽ അവരുടെ എക്സ്പെർട്ട് ഇപ്പോ ഉദാഹരണത്തിന് USA ഇപ്പൊ ഞാൻ കൂടുതൽ കണക്ട് ചെയ്ത് മാറ്റ് ആയിട്ടാണ്. മാറ്റിന്റെ കെയർ ഓഫിൽ മാറ്റ് കുറെ സ്പീക്കേഴ്സിനെ തരും. അപ്പൊ മാറ്റ് ഇവിടെ സ്പീക്കേഴ്സ് ആകുമ്പോൾ ഇന്റർനാഷണൽ ആണ്. ഇപ്പൊ മാറ്റ് എന്നെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാളെ വിളിച്ച് അവിടെ പ്രോഗ്രാം നടത്തുമ്പോൾ അവർക്ക് ഇന്റർനാഷണൽ ആണ്. ഇത് പ്യുവർ ഇന്റർനാഷണൽ ഇതാണ് പറയുന്നത്. കാരണം ഇപ്പൊ ഞാൻ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുത്തോണ്ട് ഞാൻ ഇന്റർനാഷണൽ ആയില്ലേ. ഇപ്പൊ ഇതിന്റെ കൺസെപ്റ്റില് ഇന്റർനാഷണൽ വാലിഡിറ്റി ഉള്ള ആൾ വേണം. അത് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ആണ് ഇതിലുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യണത്. ഇതില് എല്ലാ ആഴ്ചയും പ്രോഗ്രാംസ് പോവും. അത് വർക്ക്ഷോപ്പുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ്. മാക്സിമം അവയർനെസ് ക്രിയേറ്റ് ചെയ്യും അപ്ലിക്കേഷനിൽ. അത് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടിക്കൽ ഇൻ മെന്റൽ ഹെൽത്ത് ആണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. ഇതാണ് എൻ്റെ നമ്പർ. ഇപ്പൊ ഇത്ര നേരം ക്ലാസ് കേട്ടതിന് വളരെ നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. സാറേ. ഓക്കെ, താങ്ക് യു സാർ. തീർച്ചയായിട്ടും ബിഹേവിയർ തലത്തിൽ സ്വാഭാവിക അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് മാതാപിതാക്കൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ജെൻ സാറ് നമ്മളോട് സംസാരിച്ചത്. നമുക്കറിയാം, മാതാപിതാക്കൾ എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മളധികം കൗൺസിലേഴ്സാണ്. പ്രത്യേകിച്ച് പുനർജനി പോലുള്ള പ്രോഗ്രാംസൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപക്ഷെ ആ സമയത്തൊക്കെ കുട്ടികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്തൊക്കെ വളരെ പ്രയോജനകരമാകുന്ന ഒത്തിരി ബിഹേവിയർ പ്രാക്ടീസുകളാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് റിലാക്സേഷൻ്റെ കൂടെ ഒന്ന് പറയാമോ? മെഡിറ്റേഷൻ, റിലാക്സേഷൻ്റെ ആ ഒരു ഏരിയയും കൂടെ ഒന്ന്. ഞാൻ സാധാരണ ഇവർക്ക് കൊടുക്കുന്നത് PPR പാസീവ് പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നിക്സ് ആണ്. ആ പാസീവ് പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നിക്ക് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഹെഡ് ടു ടോ വരെ നമുക്ക് കറക്റ്റ് റിലാക്സേഷൻ കിട്ടും. ആ സമയത്ത് ഇപ്പോ ജാക്കസൺ റിലാക്സേഷൻ ചെയ്തു കൊടുത്തപ്പോ ചില വ്യക്തികളെ എനിക്ക് കൺഫ്യൂഷൻ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ചെയ്തു വരുമ്പോ കണ്ണ് ചെയ്ത് വായ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വരുമ്പോ എന്റെ കണ്ണ് റിലാക്സ് ആയില്ലേ എന്നൊരു കൺഫ്യൂഷൻ വന്നാൽ കയ്യിൽ നിന്ന് മുഴുവൻ പോയി. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയതും അല്ലെങ്കിൽ ഞാൻ കൊടുക്കുമ്പോൾ റിസൾട്ട് കിട്ടുന്നതും പാസീവ് പ്രോഗ്രസീവ് റിലാക്സേഷൻ ആണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ അവർക്കൊരു ഓഡിയോ കേൾക്കാൻ കൊടുക്കും. ആ ഓഡിയോ ദിവസം രാവിലെ 6 മണിക്ക് മുമ്പ് കേൾക്കാൻ പറയും. അതുപോലെ വൈകിട്ട് ഒരു ഫിക്സഡ് ടൈമിൽ. ഈ ഓഡിയോ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കിടന്നു കേട്ടാൽ ഏറ്റവും നല്ല സ്ലീപ്പിംഗ് പിൽസ് ആണ്. ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ആ ഓഡിയോയില് ഇംഗ്ലീഷ് ആണെങ്കിൽ ഏകദേശം 18-20 മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ട്. മലയാളം ആണെങ്കിൽ ഒരു 12-13 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. ഇതിൽ കൃത്യമായിട്ട് ഒരു ഫോക്കസ് ചെയ്യണമെങ്കിൽ 2 മിനിറ്റ് പോലെ അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ കേട്ടാൽ കേൾക്കില്ല. അതിനുള്ള ഒരു ഡീപ്പ് സ്ലീപ്പ് വേണ്ടാവും, നല്ല സൗണ്ട് സ്ലീപ്പ് കിട്ടും. ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിൽ അവർക്ക് കേൾക്കാം. മിനിമം 2 കേൾക്കണം. പിന്നെ ഈ പ്രാക്ടിക്കൽസ് അപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത ഏരിയ എന്താ വെച്ചാൽ നമ്മളൊരു മെത്തേഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ മെത്തേഡ് ആദ്യത്തെ 8 ദിവസം കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യുള്ളൂ. ആദ്യത്തെ 1, 2, 3, 4 ദിവസം അവർ ചെയ്യും. 5, 6, 7, 8 കടന്നു കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പൊ ആദ്യത്തെ 8 ദിവസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്തു. അത് മുടങ്ങാതെ 21 ദിവസത്തെ കഴിഞ്ഞാൽ ഹാബിറ്റായി മാറി. ആ 21 ദിവസത്തിൽ യാതൊരു കാശിനും മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് സായിപ്പന്മാർ അറിഞ്ഞുണ്ടാക്കിയ വാക്കാണ് ഹാബിറ്റ്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ ഹാബിറ്റിൽ H പോയ A ബിറ്റാണ്, A പോയ ബിറ്റാണ്, B പോയ ഇറ്റാണ്. അങ്ങനെ അവർക്ക് ആവശ്യമില്ലാത്ത ഒരു ബിഹേവിയറിനെ 21 ദിവസം കൊണ്ട് മാറ്റിക്കൊടുക്കും. ഇതാണ് ഒരു കൺസെപ്റ്റ്.
അത് ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന കേസ് ഏറ്റവും മിനിമം കേസ് ബെഡ് വെറ്റിങ്ങും കംസക്കിങ്ങും ആണ്. അത് മുതൽ ഫാമിലി ലൈഫ് എല്ലാ ഇഷ്യൂസും വരുന്നുണ്ട്. ഏത് ടൈപ്പ് അഡിക്ഷൻ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ആക്ച്വലി നമ്മൾ മരുന്ന് കൊടുക്കാൻ പാടില്ലാത്ത ആൾക്കാരാണ്, പക്ഷെ ഞാൻ മരുന്ന് കൊടുക്കാറുണ്ട്. ഓക്കെ ഇപ്പൊ സാർ. സ്മോക്കിംഗ് അഡിക്ഷൻ, ഒരു മിനിറ്റ് കൂടെ, സ്മോക്കിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞ ആരെങ്കിലും വന്നാൽ ഞാൻ കൊടുക്കുന്ന മരുന്നാണ് ബ്ലാക്ക് പെപ്പർ. ഒറ്റ ദിവസം കൊണ്ട് സ്മോക്കിംഗ് മാറ്റാം, അല്ലെങ്കിൽ 21 ദിവസം കൊണ്ട് മാറ്റാൻ പറ്റും. 2 മെത്തേഡും ഉണ്ട്. അത് അവർക്ക് ഏതാ വേണ്ടത് അത് കൊടുക്കാം. അപ്പൊ ഈ റിലാക്സേഷൻ അവർ ഡെയിലി ചെയ്യുമ്പോൾ അവിടെ ആൽഫ തീറ്റ എന്നീ 2 ബ്രെയിൻ വേവ്സ് ആണ് ആക്റ്റീവ് ആവുന്നത്. അത് പഠനത്തിന് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ അവരോട് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറയും. രണ്ടാമത്, ചില വ്യക്തികൾക്ക് എക്സാം ഫിയർ ഉണ്ടെങ്കിൽ അവർക്ക് എക്സാമിന്റെ ഇത് കൃത്യമായിട്ട് വിഷ്വലൈസേഷൻ കൊടുക്കാറുണ്ട്. അവർ വാങ്ങിക്കണം, എത്ര മാർക്ക് ആഗ്രഹിക്കണം, ആ മാർക്കോട് കൂടി മാർക്ക് ലിസ്റ്റ് വരെ കാണിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അത് അവർ കറക്റ്റ് പോയി കഴിഞ്ഞാൽ കറക്റ്റ് മാർക്ക് ഉണ്ടാവും, അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റം ഉണ്ടാവും. ഇതിൽ ഡെയിലി ഒരു റിലാക്സേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഈ സെൽഫ് കോൺഫിഡൻസ് കുറവാണെങ്കിൽ ഒന്ന്, രാത്രി 9 മണിക്ക് മുമ്പ് പരസ്പരം സംസാരിക്കുക. രണ്ടാമത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡാണ് മിറർ തെറാപ്പി. ജസ്റ്റ് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് കണ്ണിലേക്ക് മാത്രം നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറയണം, എനിക്ക് എന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. 21 പ്രാവശ്യം സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ. അപ്പൊ അവരോട് ഇത് പറയുമ്പോൾ ഒരു ടാസ്ക് പറഞ്ഞു കൊടുക്കണത്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് ഫ്രഷ് ആയി പോയിട്ട് സെൽഫി എടുക്കുക. അതിനുശേഷം മിറർ തെറാപ്പി അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. 12ാമത്തെ ദിവസം 2ാമത്തെ സെൽഫി എടുക്കുക. 25ാമത്തെ ദിവസം 3ാമത്തെ സെൽഫി എടുക്കുക. അങ്ങനെ എടുക്കുന്ന ഓരോ 3ാമത്തെ സെൽഫിയിലും അവർക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റും സെൽഫ് ആക്സെപ്റ്റൻസ് എന്താണെന്നുള്ളത്. അവരുടെ ഫേസ് വളരെ പ്ലസന്റ് ആയിട്ടുണ്ടാവും. ഇനി ഇത് കറക്റ്റ് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ ഈ മിറർ തെറാപ്പി ചെയ്യുന്ന സമയത്ത് അവർ കണ്ണ് മാത്രമേ കാണുള്ളൂ, വേറെ ഒന്നും കാണില്ല. നമ്മൾ സാധാരണ കണ്ണാടി നോക്കിയാൽ കണ്ണാടിയുടെ വലിപ്പത്തിൽ നമ്മുടെ ശരീരം കാണാം. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഒരു കണ്ണ് മാത്രമേ കാണുള്ളൂ, വേറെ ഒരു ഭാഗവും കാണില്ല. ഇത് ഡെയിലി പ്രാക്ടീസ് കഴിഞ്ഞാൽ അവരുടെ സെൽഫ് കോൺഫിഡൻസും കൂട്ടാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സെൽഫ് എടുക്കുമ്പോൾ അവർക്കൊരു ഇത് കിട്ടിയത് എൻ്റെ വരുന്ന മാറ്റങ്ങൾ എന്നതൊക്കെ സെൽഫ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാനും പറയാം. ഇത് രണ്ടും അപ്ലൈ ചെയ്ത് കൊടുത്താൽ. ഓക്കെ. സോ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ തലത്തിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അതിനോടൊപ്പം കുട്ടികളും ചെയ്ത് ശീലിക്കേണ്ടതാണ്. അപ്പം കുട്ടികൾ മാത്രമായിട്ട് ശീലിക്കുന്നത് എളുപ്പമല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഇത് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കളെ പരീക്ഷാകാലമായി എന്നൊരു ടൈറ്റിലോടുകൂടി നമ്മളിങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നത്. കാരണം കുട്ടികളെ നിർബന്ധിച്ച് ചെയ്യേണ്ടതല്ല. കുട്ടികൾക്ക് ടെൻഷനുണ്ട്, തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണ്. പക്ഷേ ഈ മാതാപിതാക്കളുടെ ടെൻഷനും കൂടെ കുട്ടികളിലേക്ക് പകർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുട്ടികൾക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ എക്സ്പെക്റ്റേഷൻ, മാതാപിതാക്കളുടെ എക്സ്പെക്റ്റേഷൻ അല്ല. സാർ പറഞ്ഞല്ലോ, സ്ട്രെസ്സ്, റിയാലിറ്റി എക്സ്പെക്റ്റേഷൻ നമ്മളുടെ ഡിഫറൻസ്, ആ ഗ്യാപ്പാണെങ്കിൽ അത് ഒരു വലിയ പ്രോബ്ലമായിട്ട് തന്നെ നിലനിൽക്കും. സോ ഇതിനെല്ലാം ഈ പറയുന്ന ബിഹേവിയർ തലത്തിലുള്ള ഒത്തിരി ഉദാഹരണങ്ങൾ പറഞ്ഞു. പിന്നെ എക്സാമിനേഷൻ എങ്ങനെ മാനേജ് ചെയ്യണം. താങ്ക് യു സാർ. നമുക്ക് മനോഹർലാൽ സാറിൽ നിന്ന് തുടങ്ങാം. അതിനുശേഷം ഉഷാമാം ഫ്രീ ആണെങ്കിൽ ഒരു വോട്ട് ഓഫ് താങ്ക്സും കൊടുത്തതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മനോഹർലാൽ എന്റെ സാർ. നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടുണ്ട്, ആർക്കെങ്കിലും നേരിട്ട് വിളിക്കുകയും ചെയ്യാം. ഓക്കെ, മനോഹർ സാർ പറയും. ഒരു മിനിറ്റ് ഇതിന്റെ ഈ ഓഡിയോ ചിലപ്പം പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ നമ്മള് ഇപ്പൊ സാറ് പറഞ്ഞ് വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇവിടെ ഉണ്ടായത്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു ക്ലാസ്. കാരണം നമ്മളെപ്പോഴും തിയറി ആണല്ലോ കൂടുതൽ കേൾക്കാറുള്ളത്. അപ്പൊ പ്രാക്ടിക്കൽ സൈഡിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് സാറ് നമ്മളെ ഇന്ററാക്ഷനിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, പ്രാക്ടിക്കൽ സൈഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഒരു ക്ലാസ്. അത് നമ്മളെ സംബന്ധിച്ചോളം ഈ ഒരു സമയത്ത് വളരെ അത്യാവശ്യമായ കാര്യം. പുനർജനിയുടെ പരീക്ഷ ഭയം, പരീക്ഷ ആൻസൈറ്റി ഒക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ അഭിമുഖീകരിക്കാനുള്ള ഒരു നല്ലൊരു ക്ലാസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനെ സാറിനെ ഞാൻ അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പരീക്ഷാ ഭയം എന്ന് നമ്മളെ എപ്പോഴും നമ്മൾ പറയുന്നത് സാധാരണ ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ക്ലിനിക്കൽ ലെവലിൽ നോക്കുമ്പോൾ ഇതൊരു പെർഫോമൻസ് ആൻസൈറ്റി, അതുപോലെ പെർഫെക്ഷനിസം, അറ്റാച്ച്മെന്റ് ഇൻസെക്യൂരിറ്റി, ചില സമയത്ത് ജനറലൈസ്ഡ് ആങ്സൈറ്റി സ്പെക്ട്രം ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു കോംപ്ലക്സ് പ്രസന്റേഷൻ ആയിട്ട് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ട്രെസ് തന്നെയാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ നമ്മൾ പറഞ്ഞ ശാരീരിക മാനസിക പ്രതികരണമാണ്. നമ്മളൊരു വെല്ലുവിളിയെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഭീഷണിയെ ഉണ്ടാകുമ്പോൾ ത്രെട്ട് ഉണ്ടാകുമ്പോൾ നമ്മളെ
സർവൈവൽ ഒരു മോഡിലേക്ക് നമ്മൾ മാറുന്ന, അല്ല അലേർട്ട് മോഡിലേക്ക് നമ്മൾ അമിഗ്ദല പറ്റിക്കുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടക്സിന്റെ ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്ന ഒരു ഇന്റേണൽ മെക്കാനിസം ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന, അതായത് നമ്മൾ പലപ്പോഴും നമുക്ക് അറിയുന്ന, നമ്മളത് പഠിച്ചതുമാണ്. സ്ട്രെസ് ഈസ് ദ ബോഡീസ് മൈൻഡ്സ് നാച്ചുറൽ റെസ്പോൺസ് ടു എ പെർസീവ്ഡ് ചാലഞ്ച്, ഡിമാൻഡ് ഓർ ത്രെറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കുട്ടികൾക്ക് തീർച്ചയായും വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് എക്സാം എന്ന് പറയുന്നത്. എക്സാം എന്ന് പറഞ്ഞാൽ വലിയൊരു പുലി പോലെ, അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രശ്നം പോലെ നമ്മൾ കാണുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു നമുക്ക് എല്ലാവർക്കും, രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഒരു നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ക്ലാസ് നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ സാറിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയ നന്ദി നമുക്ക് പ്രത്യേകിച്ചും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. കുട്ടികളൊക്കെ പലപ്പോഴും പറഞ്ഞു പോകാറുള്ള ഒരു കാര്യമാണ്. നമുക്ക് ക്ലിനിക്കിലൊക്കെ അനുഭവങ്ങളാണ്. ഞാൻ എന്ത് പഠിച്ചാലും അത് മറന്നു പോകുന്നു. അപ്പോൾ അതിന് ഇങ്ങനെ ആ മറവി നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ പറ്റിയൊക്കെ വളരെ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു മാതൃകയാക്കേണ്ട ഒരു ക്ലാസ്സാണ്. കൂടുതൽ ക്ലാസ്സുകൾ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ, ഇതുപോലുള്ള എന്താണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പല ആളുകൾക്കും അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറുന്നതാണ്. കാരണം ഇന്നിപ്പോൾ നമ്മളിപ്പോൾ നീന്തി പഠിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആങ്സൈറ്റിയാണ് ഈ എക്സാമിനെ പറ്റി. എക്സാം പറഞ്ഞാൽ എന്തൊരു പുലിയാണ്, എന്തൊരു എക്സാം ഹാള് എന്ന് പറഞ്ഞാൽ ത്രെട്ടുള്ള ഒരു ഭാഗമാണ്. അവിടെ എത്തുമ്പോഴാണല്ലോ കുട്ടികൾ മറന്നു പോകുന്നത് പലപ്പോഴും. അതിനുള്ള ഒരുപാട് പ്രഷർ ഇന്നിപ്പോ രക്ഷിതാക്കളിൽ നിന്ന് ധാരാളം പ്രഷർ സ്കൂളിൽ ഇപ്പോൾ ഞാനൊരു കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. സ്കൂളിലെ പ്രഷറായിരുന്നു. അതായത് അന്വേഷിച്ച് നോക്കുമ്പോൾ അത് ആദ്യത്തെ സ്കൂളാണ്, ഇപ്പോഴത്തെ സ്കൂളല്ല, പഴയ സ്കൂളിലുണ്ടായിരുന്ന ടീച്ചേഴ്സിന്റെ പ്രഷർ ആ കുട്ടി ഇപ്പോഴും പേറിക്കൊണ്ട് നടക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് അസസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ സമൂഹത്തിൽ നിന്ന് തന്നെ ഒരുപാട് എന്താ പറയുക, മെന്റൽ പ്രഷർ കുട്ടികൾക്ക് കിട്ടി. കോമ്പറ്റീഷൻ ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ മാർക്കല്ല പ്രശ്നം. ഞങ്ങളിവിടെ പറയാറില്ല, ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ പറയുന്നത് മാർക്കല്ല വലുത്, കുട്ടിയാണ് വലുത് എന്ന് രക്ഷിതാക്കളും സമൂഹവും ഒക്കെ ചിന്തിക്കണം. പരീക്ഷ അല്ല ഒരു കുട്ടിയുടെ അന്തിമ വിധി എഴുതുന്നത് എന്നുള്ള ഒരു മെസ്സേജ് സാർ അതിലൂടെ കൊടുക്കുന്നുണ്ട്. അതിൽ നന്ദി പറയുന്നു. താങ്ക് യു സർ. താങ്ക് യു. ആ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഇമോഷൻ സപ്രസ് ചെയ്ത് ഇമോഷൻ റിലീസ് ചെയ്യാതെ ഒന്നും വർക്ക് ചെയ്യില്ല. ഇല്ല. അതാണ് ഇപ്പൊ എല്ലാ കാര്യം നമ്മൾ പോകുമ്പോൾ അങ്ങോട്ടേക്ക് അല്ലെ, പാരന്റിങ്ങില് ആ ഒരു ചെറുപ്പകാലങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്കിപ്പോഴും ഈ കാര്യങ്ങള് നമുക്ക് പലപ്പോഴും അങ്ങനെയാണ് പലതും ആൻസർ കിട്ടുന്നത്. പെട്ടെന്ന് നമ്മളെ ഇപ്പോഴുള്ള പെരിഫറൽ ആയുള്ള കാര്യങ്ങൾ അസസ് ചെയ്തുകൊണ്ട് മാത്രമല്ല കാര്യങ്ങൾ ഇൻഡെപ്ത് പോയാൽ തന്നെ അതിനുള്ള ഒരു വഴികാട്ടിയായിട്ട് സാറിന്റെ ഈ ഒരു ക്ലാസ് ഉപകരിച്ചു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് ഒഫീഷ്യലായിട്ട് PCT-യുടെ ഭാഗത്തു നിന്ന് ഒരു വോട്ട് ഓഫ് താങ്ക്സ്. അതിനുശേഷം തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. അപ്പം അതിനുവേണ്ടി സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഉഷ മാമിനെ ഇതിലേക്ക് ക്ഷണിക്കാം. ഉഷ മാം, യു ആർ വെൽക്കം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജയൻ സർ. പ്ലാറ്റ്ഫോമിൽ ഇന്നിവിടെ ഈ ജയൻ നമ്പൂതിരി സാറിന്റെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും, അതുപോലെ സ്റ്റേറ്റ് പ്രസിഡന്റ് മനോഹർ ലാൽ സർ, അതിൻ്റെ പ്രോഗ്രാം ഡയറക്ടർ സാബു സർ, വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട PCTA ജില്ലാ സെക്രട്ടറിമാർ, ജില്ലാ പ്രസിഡന്റുമാർ, അതുപോലെ എല്ലാ മെമ്പേഴ്സിനും എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വളരെയേറെ ഒരു സമകാലീന സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സാർ ഇവിടെ കൈകാര്യം ചെയ്തത്. PCTA ഏറ്റവും അഭിമാനപുരസരം കാഴ്ചവെക്കുന്ന പുനർജനി എന്നൊരു പ്രോജക്റ്റിനോടനുബന്ധിച്ച് സാറ് പരീക്ഷാ ഫിയർ എന്നുള്ള ഒരു വിഷയത്തിലൂടെ മാതാപിതാക്കളെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമാണ് സാർ ഇന്നിവിടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഇവിടെ അവതരിപ്പിച്ചത്. ഓരോ കുട്ടികളും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് രാജകുമാരന്മാരും രാജകുമാരികളുമായിട്ടാണ്. അവരെ
മാതാപിതാക്കളാണ് തവളകളാക്കുന്നത് എന്നുള്ള ഒരു വലിയ ക്യാപ്ഷനോട് കൂടിയിട്ടാണ് സാർ ഇവിടെ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. വളരെ അന്വർത്ഥമാകുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു സമൂഹത്തില്, ഈ കാലഘട്ടത്തില് കുട്ടികൾ മാതാപിതാക്കളിൽ നിന്നും ഉണ്ടാവുന്ന അനുഭവങ്ങൾ അവരെ എത്രത്തോളം വികലമാക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് തിരിച്ചറിയേണ്ടതെന്ന് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള പ്രഷർ, സ്കൂളിൽ നിന്ന്, വീട്ടിൽ നിന്ന്, അങ്ങനെ സൊസൈറ്റിയിൽ നിന്ന് നിനക്ക് എന്താണ് റിസൾട്ട് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്ന നിസ്സഹായനായ കുട്ടികളുടെ നിസ്സഹായരായിട്ടുള്ള കുട്ടികളുടെ മാനസികാവസ്ഥ എന്തെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതിൽ നിന്ന്. അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് കളിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ഉറങ്ങാൻ പോവുക, സ്ക്രീനുകളില്ലാത്ത സമയം, ഫാമിലി ടൈം, ഇതൊക്കെ സാറ് എല്ലാ കാര്യങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. ഒരു പാക്കറ്റ് കടല വാങ്ങുമ്പോൾ നമ്മൾ അത് കഴിച്ചു കഴിയുമ്പോൾ ആ പേപ്പറിലേക്ക് നോക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വാക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു വലിയ സന്ദേശം ഒക്കെ സാർ ഇവിടെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ റിലാക്സേഷനോട് കൂടിയിട്ട് ഒരു എക്സാമിനെ സമീപിക്കാൻ കഴിയുക എന്നുള്ള വളരെ രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരുപാട് ടെക്നിക്സുകളിലാണ് സാർ ഇവിടെ ഞങ്ങൾക്ക് ക്ലാസ് കൈകാര്യം ചെയ്തത്. സാറിന് PCTയുടെ ഭാഗത്തു നിന്നുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അഗാധമായ സ്നേഹത്തോടു കൂടി അറിയിക്കുന്നു. താങ്ക് യു സർ. അതുപോലെ ഈ പ്രോഗ്രാം ഇത്ര മനോഹരമായി കണ്ടക്ട് ചെയ്ത പ്രോഗ്രാം ഡയറക്ടർ സാബു സാറിന് PCTയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രസിഡന്റ് മനോഹർലാൽ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്, സാറിന് നന്ദി പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. ഹന്നൻ സാർ, പ്രിയപ്പെട്ട ജോർജ് സാർ, അതുപോലെ മറ്റ് ജില്ലകളിൽ നിന്ന് ജോൺ ബേബി സാർ ഉണ്ട്, അതുപോലെ മറ്റു ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ പരമാവധി ഈ ഒരു ടൈമില് മാതാപിതാക്കളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കുവാനുള്ള ഒരു സഹകരണം കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. എല്ലാവരും ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. ഈ റെക്കോർഡിങ്സ് ഉണ്ട്, എല്ലാ ഗ്രൂപ്പുകളിലേക്കും പേഴ്സണലായിട്ടും ഒക്കെ ഷെയർ ചെയ്ത് ഇത് ഒരു അവയർനെസ് വരുത്താനും കൂടി മറ്റുള്ളവരിലേക്ക് അറിയിക്കാനും കൂടി ഒരു അവസരമായിട്ട് ഉപയോഗിക്കണമെന്നും കൂടി ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം സർ. താങ്ക് യു മാം. നാളത്തെ ക്ലാസ് എക്സാമിനേഷൻ ബേസ് തന്നെയാണ്. ബോബൻ കൊക്കോബോൾ സാർ എടുക്കുന്നത്. കൂൾ ഓഫ് ടൈം ഇന്ന് ജയൻ സാർ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. എങ്കിലും ഈ ഒരു വിഷയം തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പറ്റുമെങ്കിൽ PCTയുടെ ഭാഗമായിട്ട് PCTയുടെ ട്രെയിനേഴ്സ് തന്നെ ഇതുപോലത്തെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഓരോരുത്തരും ക്ലാസ് എടുക്കുമ്പോൾ അവരുടേതായ ഒരു വേർഷൻ ഉണ്ട്. അപ്പോൾ എപ്പോഴും അത് പ്രയോജനപ്പെടും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും. നമുക്കറിയാം ജെൻസി കുട്ടികളെ മെരുക്കാൻ ഇന്നത്തെ മാതാപിതാക്കൾക്ക് പറ്റുമോ? ഇതാണ് ചോദ്യം അല്ലേ. നമ്മൾ സ്കൂളിൽ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാന്ന് ചോദിക്കുമ്പോൾ ജെൻസി എന്ന അഭിമാനത്തോടെ അവർ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ മാനേജ് ചെയ്യാൻ ഇന്നത്തെ മാതാപിതാക്കൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തെ ഓക്കെ. സോ ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. ഇനി ആർക്കെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്താൽ മതി, ഞാൻ വിളിച്ചോളാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളോ കൂടുതൽ അറിയാനോ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഉലയനൻ സാർ ഒന്ന് പറയും ഷോർട്ടായിട്ട്. അത്രേ ഉള്ളൂ. ആദ്യം ഒരു വാക്ക് പറയട്ടെ. എൻ്റെ ഗുരുനാഥന് നന്ദി. കുറെ കാലം സാറിൻ്റെ കീഴിലിരുന്ന് മൗനമായി കുറെ കാര്യം പഠിച്ചു. അവസാനം എന്നെ ചവിട്ടി പുറത്താക്കിയെന്ന് തന്നെയാണ് സാറ് പറഞ്ഞത്. അത് സത്യമായിരുന്നു. വളരെ സന്തോഷത്തോടെ ഒരു കാര്യം കൂടി മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. സാറ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഡോണ്ട് കമ്പയർ അവർ ചിൽഡ്രൻ ടു ദി നെക്സ്റ്റ് ഡോർ. അത് അവരെ തകർത്തിക്കളയും. ഒരിക്കലും നമ്മുടെ കുട്ടിക്ക് ആ കുട്ടി ആവാൻ കഴിയില്ലല്ലോ. നമുക്ക് അടുത്ത വീട്ടിൽ ഗൃഹനാഥനാവാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ കുട്ടികളുടെ വലിപ്പം നമ്മൾ അറിയുക, മറ്റൊരാളേക്കാൾ ചെറുതാണെന്ന് അവനെ ബോധ്യപ്പെടുത്താതിരിക്കുക. അവൻ യുണീക്കാണ്. അവനെ നമ്മുടെ കാഴ്ചപ്പാടിന് മുൻപിൽ കൊണ്ടുവരിക. പിന്നെ സാർ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, വെള്ളം കുടിക്കുന്ന കാര്യം. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, മാതാപിതാക്കൾ ശക്തമായി വെള്ളം കുടിക്കണം. സാറ് പറയുന്നൊരു കാര്യമുണ്ട്, 10 ഗ്ലാസ് വെള്ളം എടുത്ത് മേശപ്പുറത്ത് വെക്കുക, കിടന്നുറങ്ങുന്നതിന് മുമ്പ് തീർത്തിരിക്കണം, വീണ്ടും
10 ഗ്ലാസ് വെള്ളം എടുത്തു വെക്കുക. അത് ഓരോരുത്തർക്കും വേണ്ടി ആരോഗ്യകരമായ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി അത് അത്യാവശ്യമാണ്. പരീക്ഷാക്കാലത്തെ ഭയം മാതാപിതാക്കൾക്കാണ്, കുട്ടികൾക്കല്ല. ആ ഭയം നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണ്ട. അവര് ആരോ ആയി വളരട്ടെ. എൻ്റെ ചക്രത്തിൽ നിന്ന് വേണം അവൻ വളരാൻ, അവൻ പഠിക്കാൻ എന്ന നമ്മുടെ ചിന്ത, പൊട്ട ചിന്ത കളയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ലോയൻ സാർ. ജോർജ് സാർ അങ്ങോട്ട് പറയൂ. വേറെ ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ വിളിച്ചോളാം കേട്ടോ. ജോർജ് സാർ അങ്ങോട്ട് പറയും. അൺമ്യൂട്ട് ചെയ്ത്. ഹായ്, താങ്ക് യു സാർ. വളരെ നാളുകൾക്ക് ശേഷം ജയൻ സാർ വന്നു. വലിയ സന്തോഷം സാറ്. നന്നായി. ഈ സമയത്ത് എല്ലാവരും പറഞ്ഞ പോലെ ആപ്റ്റ് സബ്ജക്റ്റാ സാറ് കൊണ്ടുവന്ന്. സാറിൻ്റെ കയ്യിൽ അതിങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു, പല സമയത്തും കിട്ടിയത് ഇപ്പോൾ കുറഞ്ഞുപോയി, തിരക്ക് കൂടി കഴിഞ്ഞപ്പോൾ. SQ3R, പിന്നെ IW1H, അങ്ങനെ കുറേ ക്യാപ്സൂൾസ് ഒക്കെ എക്സാമിനേഷൻ എല്ലാം വളരെ എലാബറേറ്റ് ചെയ്ത് സാറ് ക്യാപ്സൂൾ ഫോമിൽ തന്നു. വളരെ നന്നായി, വളരെ സന്തോഷം തോന്നി. ഇപ്പോൾ സഞ്ജീവ് നമ്മുടെ പുനർജനിക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഒരു ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരവസരം കൂടെ കിട്ടി. സാറേ ഒത്തിരി സന്തോഷം. നിർത്തും. ഓക്കെ, താങ്ക് യു. വിക്ടർ ജോർജ് സാർ ഉണ്ടോ? രാധാമണി പറഞ്ഞോളൂ. Sir, good evening, sir. Thanks a lot to see you after a long time. സാറിന്റെ ഒരു സീക്രട്ട് എന്ന് അറിഞ്ഞാൽ കൊള്ളാം, എങ്ങനെയാണ് ഡേ ബൈ ഡേ സാർ എങ്ങായി വരുന്നതെന്നുള്ളത്. അതാണ് സൈക്കോളജി. സൈക്കോളജി. Okay, so nice to see you after a long time, sir. So nice to see you and listen from you after a long time. And your class I couldn't hear. Actually, end portion ആയപ്പോഴാണ് എത്തിയത്. But it was a beautiful session. എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാസ്റ്റ് മൊമെന്റ് വരെ കുട്ടികൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കളിച്ച് നടന്ന ശേഷം ഒരു ഭയത്തോടു കൂടി പേരൻസിനെയും അറ്റാക്ക് ചെയ്ത് നമ്മളുടെ അടുക്കൽ വരുമ്പോൾ നമ്മൾ അവരെ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവരെ ഒരു എക്സാമിന് വേണ്ടി കൊണ്ടുവരിക? പണ്ട് കാലത്ത് ഇപ്പോ ഞാൻ ഇഷ്ടപ്പെട്ട സിനിമാ താരത്തിന്റെ സിനിമ റിലീസ് ചെയ്തു എന്ന് കേട്ടാൽ എനിക്ക് സിനിമ കാണാൻ പണി ഇടികൊള്ളണം, വേണ്ടേ? അന്ന് റിസർവേഷൻ ഒന്നുമില്ല. അതുപോലെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം പോയാൽ എനിക്ക് ഹോട്ടൽ അന്വേഷിച്ചു പോകണം. അതുപോലെ ഓപ്പോസിറ്റ് ജെൻഡറിനായ ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ പോയി പറയും, ഇല്ലെങ്കിൽ നാട്ടുകാരെ പറഞ്ഞയക്കും. ഇതെന്ത് വന്നാലും ആലോചിക്കാനുള്ള സമയം ബ്രെയിനിലുണ്ട്. വേണ്ട, നാളെ പോയാലും സിനിമ കാണാം, തിരക്ക് കുറയും. അല്ലെങ്കിൽ അടുത്ത ദിവസം എല്ലാവർക്കും കൂടി പോവാം ഫുഡ് കഴിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ജെൻഡറിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ആലോചിക്കുന്നത് എനിക്ക് പറ്റിയ ആളാണെന്ന് സ്വയം തീരുമാനിച്ചതിന് ശേഷമേ പ്രൊസീഡ് ചെയ്യുള്ളൂ. ഇപ്പൊ എല്ലാവരും ഈ ഓൺലൈനിൽ കയറി കളിക്കാൻ തുടങ്ങുമ്പോൾ ബ്രെയിനിൽ ചിന്തിക്കാനുള്ള സമയമില്ല. സഡൻ ആയിട്ട് റിയാക്ഷൻ വരും. അത് അഗ്രഷനാണ്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരിക്കും. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പോ നമുക്ക് എല്ലാം അറിയപ്പെടുന്ന ഒരു കാവ്യമാണ് നളചരിതം. കഥകളിയില് കേട്ടിട്ടുണ്ടാവും, നളചരിതം കഥകളിയൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ നളനും ദമയന്തിയില് ഒരു അരയനാണ് ദൂതായിട്ട് പോയെന്ന്. ഇത് മേനെ പ്യാർ കിയ എന്ന സിനിമ വന്നപ്പോ ഒരു പ്രാവാണ് വന്നത്. ഈ പ്രാവിന്റെ കയ്യില് സൽമാൻ ഖാനോ അല്ലെങ്കിൽ മറ്റേ പെൺകുട്ടിയോ ലെറ്റർ കൊടുത്തയക്കണ പറന്നു പോണ കണ്ടിട്ട് അത് കണ്ടിട്ട് ബാൽക്കണിയിൽ ചാടി ഒരു പയ്യുണ്ടായിരുന്നു ബോംബെയില്. ആ പടത്തിനുള്ള അത്രയും ഇത് വന്നിട്ട് അവൻ ബാൽക്കണിയിൽ ചാടി പ്രാവിനെ പോലെ ചാടിയതാണ്. ഇന്ന് കാലത്തെ ഈ ദൂതാരം ഇന്ന് കാലത്തേക്ക് കൊടുക്കുന്ന ഈ ദൂതാരം ഞാൻ പറയാ ഇൻസ്റ്റാഗ്രാമാണ്, അല്ലേ? ഇപ്പൊ റീസെന്റ് ആയിട്ട് എൻ്റെ അടുത്ത് ഒരു പയ്യൻ വന്നത്, അവൻ ഡിഗ്രിക്ക് പഠിക്കുന്നതാണ്. ദിവസം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടി എന്നെ നോക്കി ചിരിക്കുന്നു. ഇവൻ ആദ്യം വീട്ടിൽ പോയിട്ട് കണ്ണാടി നോക്കി, ഞാൻ കാണാൻ വല്ല വൈരൂപ്യനുണ്ടോ? ഇല്ല. അപ്പൊ എനിക്ക് വൈരൂപ്യമില്ല, ഞാൻ കോമാളിയല്ല. പിന്നെ അവൾ ചിരിക്കുന്നത് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാവും. ഇവന് ധൈര്യം കൂടിയോണ്ട് ഇവൻ അയൽപ്പക്കാരനോട് ചോദിച്ച പെൺകുട്ടിയുടെ പേര് സംഘടിപ്പിച്ചു. നേരിട്ട് പോയി ചോദിക്കാൻ ധൈര്യമില്ല. എന്നിട്ട് നേരെ പോയിട്ട് ഇപ്പൊ അടുത്ത സാധനം ഇൻസ്റ്റാഗ്രാമാണ്. അത് വേൾഡ് ബാങ്ക് അക്കൗണ്ട് അല്ലേ, എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഡാറ്റ അല്ലേ അതില്. ഈ പേര് സെർച്ച് ചെയ്തപ്പോ ഈ പേര് കിട്ടി. ആ പെൺകുട്ടി അതൊന്നും പറഞ്ഞിട്ടില്ല. ഇവൻ ഉടൻ തന്നെ മെസ്സേജ് കൊടുത്തു, ദിവസം ബസ് സ്റ്റോപ്പിൽ വെച്ച് നീ എന്നെ നോക്കി ചിരിക്കാറുണ്ട്, എനിക്ക് നിന്നെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി, ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ. ഒറ്റ മെസ്സേജ് കൊടുത്തു. അതേ സെക്കൻഡിൽ മറുപടി വന്നു, നിന്നൊക്കെ ഏത് പെണ്ണ കല്യാണം കഴിക്കണമെന്ന്. കഴിഞ്ഞു എന്റെ ലൈഫ്.
ആ കോളേജിലേക്ക് പോയിരുന്ന പയ്യൻ പകുതി വെച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് കൈ മുറിച്ചു. കാരണം ചിന്തിക്കാൻ അവസരമില്ല. അതുകൊണ്ടാണ് പറഞ്ഞ ആവശ്യമാണോ അത്യാവശ്യമാണോ അനാവശ്യമാണോ എന്ന് സെലക്ട് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ നോ പറയാനുള്ള കഴിവുട്ട പാരൻസ്. പല പാരൻസിനും എന്റെ ക്ലാസ് കേൾക്കുമ്പോൾ ദേഷ്യം വരാറുണ്ട്. കാരണം ഞാൻ നോ അല്ലേ പറയണത്. അതുകൊണ്ട് അവരെന്ത് വിചാരിച്ചാലും എനിക്ക് വിരോധം, ഞാൻ കാര്യം പറയും. അത് ചെയ്താൽ ഇത് ഇന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും. ക്ലിയർ ആയി തോന്നുന്നു മാഡം. Okay. Serena. Thank you, sir. Thanks Yes, a yes. lot. Serena, Victor George sir, then ഹലീന, വത്സമ മാം, അക്സാമോൾ, പുഷ്പാദേവി. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. യെസ്, വത്സമ മാം പറയും. താങ്ക് യു സർ. ഇന്ന് വളരെ ആപ്റ്റായ ഒരു സബ്ജക്റ്റുമായിട്ട് സാർ എത്തിയത് അതിന് വളരെ നന്ദി അറിയിക്കുന്നു. ഈ പുനർജനനിയുടെ കാര്യം ഒക്കെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന അവസരത്തിൽ ഇത് ഏറ്റവും ഉപകാരപ്രദമാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കൗൺസിലേഴ്സിനും ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണെങ്കിലും തക്ക സമയത്ത് പ്രയോഗിക്കാൻ ചില സമയത്ത് നമുക്ക് സാധിക്കാതെ പോകുന്നതാണ് വരുന്ന കാര്യം. പിന്നെ സാറ് പറഞ്ഞ ഒരു കാര്യത്തോടെ എനിക്കൊരു യോജിക്കാൻ സാധിക്കാതെ വരുന്ന എല്ലാ സമയത്തും പേരൻസിന് കൂടെ ഇരുന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ? കാരണം ഇന്ന് പേരൻസ് എല്ലാവരും തിരക്കിലുള്ള സമയമാണ്. ബിസിനസ്സുകാരായിരിക്കാം, അല്ലെങ്കിൽ ജോലിക്കാരായിരിക്കാം. അപ്പം പേരൻസിന് കുട്ടികളെ ഏത് സമയവും കൂടെ ഇരുന്ന് അവരോടൊപ്പം ഇരുന്ന് പഠിപ്പിക്കാനായിട്ട് സാധിക്കുമോ? അവിടെ വീട്ടിലൊരു അംഗം ഉണ്ട് എങ്കിലോ, വീട്ടിലൊരു ആ ഫാമിലിയില് വീട്ടിലൊരു അംഗം വീട്ടിലുള്ള ആളാണെങ്കിലോ ചെയ്തോളൂ. ഞാൻ ഇപ്പൊ പറഞ്ഞത് എല്ലാവരും അപ്ലൈ ചെയ്യാൻ പറ്റണം നിർബന്ധമൊന്നുമില്ല. ഞാൻ ജനറൽ ആയിട്ടാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞു പഠിക്കേണ്ട സമയം ചില കുട്ടികൾക്ക് രാത്രി പഠിച്ചാലേ താല്പര്യം പറഞ്ഞു. എല്ലാ കുട്ടികൾക്കും അല്ല, ചില കുട്ടികൾക്ക്. അതുകൊണ്ട് ഞാൻ പറയും രാത്രി നിങ്ങൾ റെസ്റ്റ് എടുക്കണം പറഞ്ഞു. അത് എല്ലാരും അങ്ങനെ വേണമെന്ന് പറയാൻ പറ്റില്ല. ചില കുട്ടികൾ എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻസ് ആണെങ്കിലും ചില അവർക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്ന ഇഷ്ടം, വെളുപ്പിനെ കിടന്ന് ഉറങ്ങുന്ന ഇഷ്ടം. ഇല്ല, അത് പഠിക്കാന്ന് നമ്മൾ ബോധ്യമാക്കണേ. അത് പഠിക്കുന്നതാന്ന് നമ്മൾ തിരിച്ചറിയണേ. രാത്രി പഠിക്കുന്നത് പഠനം തന്നെയാന്ന് തിരിച്ച് നമ്മൾ അത് ഉറപ്പ് വരുത്തണമെന്ന്. മറ്റേത് വീട്ടിലിപ്പോ രണ്ടുപേരും പുറത്തു പോകണം, രണ്ടുപേരും പുറത്തു പോകാതെ വീട് കേടൂല്ലേ? ഉണ്ട്. ആ, അപ്പൊ അവിടെ ചെയ്യാലോ. അപ്പൊ രണ്ട് അതൊരു ട്രസ്റ്റിന്റെ പാർട്ടാണ് അല്ലേ? ആ, നമ്മുടെ ചുറ്റുപാടനുസരിച്ച് ചേഞ്ച് ചെയ്ത് വരാം. ഇപ്പൊ പാരന്റ്സ് രണ്ടുപേരും ഇന്ത്യക്ക് പുറത്താണ്, എന്താ ചെയ്യാൻ നേരത്ത് അവരങ്ങോട്ട് വരുത്താൻ പറ്റില്ല. അത് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മേക്കപ്പ് ചെയ്യേണ്ടി വരും. അതാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും? റോയ് സാർ ഉണ്ടോ? ദീപ മാം, ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാൻ? ലൈസമ്മ? യെസ്, ഓക്കെ. അപ്പം നമ്പർ ജയൻ സാർ, വളരെ സന്തോഷം. പുനർജനി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ഈ ഒരു ഫോണിംഗ് കൗൺസിലിംഗ് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എക്സാമിനേഷന് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും, പ്രത്യേകിച്ചും കുട്ടികളെയാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ രണ്ടുപേർക്കും അത് പ്രയോജനം. പക്ഷെ ആദ്യം മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ്, അല്ലേ? കുട്ടികളെക്കാളും കൂടുതൽ. സാധാരണ മനോഹർ സാർ ഒരു കാര്യം ചോദിച്ചു. സാറ് പറഞ്ഞു 21 days ഹാബിറ്റിന്റെ 21 days കഴിഞ്ഞ ഹാബിറ്റ് ചേഞ്ച് ആവും എന്നുള്ളത്. അത് 100% അത് സയന്റിഫിക് അല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. അതൊക്കെ ചിലർക്ക് വ്യത്യാസം വരാം. അതാണ് വ്യത്യാസമുണ്ട്. നമുക്ക് തന്നെ അനുഭവമുണ്ട്. കാരണം ഞാനത് പലപ്പോഴും ക്ലിനിക്കലിന്റെ അനുഭവത്തിൽ 30 days അല്ലെങ്കിൽ 45 days ഒക്കെ എടുക്കാറുണ്ട്. അതാ പറഞ്ഞേ, നമ്മുടെ ഒരു വ്യക്തി അനുസരിച്ച് ജനറലി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് 21 days. 90 ദിവസം വരെയൊക്കെ പോകുന്നവരുണ്ടല്ലേ? 90 ദിവസം വരെയൊക്കെ ഹാബിറ്റ് പോകാറുണ്ട്. അതുമല്ല, അതിൽ കൂടുതൽ പോകുന്ന കേസുകൾ വരെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഡീപ് ഡിസയർ ഉണ്ടെങ്കിൽ അത് പ്രായോഗികമാണ്. ഡീപ് ഡിസയർ അതൊരു ഇതെല്ലാം ചില ഒരു എന്താ പറയാ, ഒരു നമ്മൾ പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ, അതിന്റെ ഒരു രീതിയിൽ വരുന്ന ഒരു കാര്യം. അത് പേഴ്സണലൈസ്ഡ് ആണ്. വേറെ എക്സാമ്പിള്, പനി വന്നു, ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ 4 ദിവസത്തേക്ക് മെഡിസിൻ 3 നേരം വെച്ച് കഴിക്കാൻ.
അത് കഴിച്ച എല്ലാവർക്കും പനി മാറണം നിർബന്ധമൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല. ജനറൽ ആയിട്ട് അവർ തരണത് 3 നേരം 4 ദിവസത്തേക്ക്. ചിലപ്പോൾ 2ാമത്തെ ദിവസമായിട്ട് പനി കുറഞ്ഞ് അവർ വേണമെങ്കിൽ പനി കഴിക്കണം മരുന്ന് നിർത്താം. ചില 4 ദിവസം പനി കുറഞ്ഞില്ലെങ്കിൽ അവർ വീണ്ടും കൺസൾട്ടേഷൻ പോകും. പക്ഷെ ജനറൽ ആയിട്ടൊരു സാധനം ഇതാണ്. അതെ അതെ. അതേപോലെ ഞാൻ പറഞ്ഞു. അപ്പൊ മിക്കവാറും ഇങ്ങനെ യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ പറയാറുണ്ട് 21 ഡേയ്സ് 21 ദിവസം സത്യമായിട്ട് അല്ല, അതിൽ വേറെ വിഷയമുണ്ട്. ഇപ്പൊ മറ്റുള്ളവർ എന്ന് 21 പറയുമ്പോ ഡേയ്സ് പറയുമ്പോ നമ്മളിങ്ങനെ ഈ വണ്ടടിക്കും. 21 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്തുണ്ടെന്ന് പറയണില്ല. ആ അതെ അതെ. അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണേ. അതായത് ഡീപ് ഇപ്പൊ ഡിസയറിന്റെ ഭാഗമാണ്. ഡീപ് ഡിസയർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിബിൾ ആണ്. ഡിസയർ ഒരു വലിയ കാര്യമാണ് സാർ. Yes. അതെ. താങ്ക് യു സാർ. അല്ല, ഇപ്പൊ എന്റെ അടുത്ത് വന്നതില് കറക്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നത്. ആണ് എക്സ്പീരിയൻസ്. ആ റിസൾട്ട് കിട്ടിയ സാധനം ഞാൻ പറയുള്ളൂ. അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ നാളെ പോയിട്ട് അപ്ലൈ ചെയ്യല്ലേ വേണ്ടേ? ആദ്യം നിങ്ങൾ സെൽഫ് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എന്ത് തോന്നുന്നു, കാരണം എന്റെ പെർസെപ്ഷനിലാണ് ഓരോ വ്യക്തികളുടെ, അത് നിങ്ങൾക്ക് ഇത് അപ്ലിക്കബിൾ ആണോ എന്ന് തോന്നിയാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതല്ല ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അതും ഇപ്പൊ ഇവിടെ സാറ് പറഞ്ഞില്ലേ യുണീക്കാണ്, എല്ലാവരും യുണീക്കാണ്, എല്ലാ ഒരു കൺസെപ്റ്റാണ് അതിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞങ്ങളുടെ ഒരു ഗ്യാങ് ദിവസവും, ഇപ്പൊ ഞാൻ ഉലാൻ സാറേ ഞങ്ങളുടെ ഗ്യാങ്ങില് ദിവസവും ഞങ്ങള് വൈകിട്ട് ഫോണിൽ സംസാരമുണ്ട്. ഇന്നാള് വിളിക്കട്ടെ എന്നല്ല, ആരാ ഫ്രീ ആയിട്ട് വിളിക്കുകയാണ്. വിളിക്കുമ്പോ സുഖാണ് കാപ്പി പിടിച്ചോന്നല്ല, ആ വന്ന കേസാണ് ഡിസ്കസ് ചെയ്യണത്. എനിക്കവിടെ അങ്ങനെ കേസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആളാരാ അറിയണ്ട, ആകൂടി അറിയണ്ട, ജെൻഡർ അറിയണം, മെയിലോ ഫീമെയിലോ, ഏജ് അറിയണം, ഫാമിലി സർക്കിൾ എന്തറിയണം. ആ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ കാണാത്തപ്പോ എന്റെ അടുത്താള് പറഞ്ഞു, അടുത്താള് പറയാം. അപ്പൊ എന്തോ ടോട്ടൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു ഇന്റർവെൻഷനിൽ എത്തുകയാണ്. ഈ ഇന്റർവെൻഷൻ നേരെ ഞങ്ങൾ സാറായിട്ട് സംസാരിക്കും. സാർ പറയും റിസൾട്ട് കിട്ടിയാ നീ പോയി അപ്ലൈ ചെയ്തോ, ഞാൻ കാണട്ടെ കേൾക്കട്ടെ. റിസൾട്ട് പോയി അപ്ലൈ ചെയ്തോ. പല സാധനങ്ങൾ ഞങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്നത്. കാരണം ഇത് ചെയ്ത് ഒരു പുസ്തകത്തിലും ഇല്ല, പക്ഷെ റിസൾട്ട് ഉണ്ട്, നെഗറ്റീവ് ഇല്ല. ഇതാണ് എക്സ്പീരിയൻസിന്റെ പാട്ടാണത്. ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ ആർക്കും ഇനി ഒന്നും ചോദിച്ചില്ലെങ്കിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, റിസൾട്ട് ഉണ്ടാക്കുക. 21 ദിവസമൊന്നും നോക്കണ്ട, നിങ്ങളുടേതായ എക്സ്പീരിയൻസ് കൃത്യമായിട്ട് ഉപയോഗിക്കുക. എത്രയും കൂടുതൽ എക്സ്പീരിയൻസ് വരുന്നു അത്രമാത്രം ഇത് ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമ്മൾ നമ്മുടെ ക്ലയന്റിന് കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് ആണ്, അല്ലേ? അല്ല, ചിലപ്പോ ഒരു 1 വീക്കിൽ തന്നെ ചിലപ്പോൾ മാറും കേട്ടോ. അതും വേറെ കാര്യമാണ്. ചിലപ്പോ ഒരു 1 വീക്ക് തന്നെ ചേഞ്ചസ് വരുന്നത് സംഭവിക്കും. ഒരു 60+ ഏജ് ഉള്ള ഒരു ലേഡി എന്റെ അടുത്ത് വന്നു. അവർക്ക് ഉറക്കല്ല. അവരെന്നെ കുറച്ച് ചീത്ത വിളിച്ചു മരുന്ന് കൊടുക്കാത്തതിന്. ഞാൻ നിങ്ങൾ എവിടെ പോയി കംപ്ലൈന്റ് ചെയ്തോളൂ, പക്ഷെ ഒന്നും ഉറങ്ങാൻ പാടില്ല പറഞ്ഞു. ലാസ്റ്റ് ആകുമ്പോൾ നമ്പറും കൂടി എഴുതി കൊടുത്തു, ഇനി നിങ്ങൾക്ക് രാത്രി എന്നെ തെറി വിളിക്കണം, വിളിച്ചോളൂ. ഞാൻ റിയാക്ട് ചെയ്യില്ല. പിറ്റേ ദിവസം വിളിച്ചിട്ട് എന്നെ സോറി പറഞ്ഞു. സാറിന് ഞാൻ ഇന്നലെ കുറെ ചെയ്തില്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എന്താ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങണ്ടാ പറഞ്ഞത്. ഈ പറയുന്ന പാരഡോക്സ് ഇൻഡക്ഷൻ മെത്തേഡ്. അതുണ്ട്. ചിലപ്പോ നമ്മള് പറയല്ലോ, പിന്നെ കൈ വേദനിപ്പിച്ച് മുറിവ് പറ്റുന്ന പറയാം, ചെയ്തോന്ന് പറയുമ്പോ അതാണ് കഴിഞ്ഞു. നമ്മള് അയ്യോ എന്ന് പറയുമ്പോ അത് വീട്ടിൽ നിന്ന് ഇങ്ങനെ അയ്യോ ആ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയന്റിന്റെ റിക്വയർമെന്റ്, ആ ക്ലയന്റ് അതിനോട് എത്രോടും ബാധ്യസ്ഥനാണ് മുന്നോട്ട് വരാൻ. ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇതിൽ എത്ര ശതമാനം മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ട്? 10%, 90% എനിക്കാണ്. അല്ല, നിങ്ങളിത് ചെയ്ത റിസൾട്ട് കിട്ടിയ നിങ്ങൾക്ക് ഗുണം, ചെയ്യാത്ത റിസൾട്ട് കിട്ടിയെങ്കിൽ നഷ്ടം നിങ്ങൾക്കാണ്. എന്നെ സംബന്ധിച്ചൊരു വിഷയമില്ല. ഗുണം കിട്ടിയാൽ നമ്മൾ വഴിയിൽ വെച്ചാൽ കണ്ട സംസാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കണ്ട ഒഴിഞ്ഞു മാറിക്കും. തീരുമാനം നിങ്ങളുടെയാണ്. ഇത്രയുള്ളൂ. എനിക്ക് നാട്ടില് അല്ലെങ്കിൽ ലോകത്തെ എല്ലാവരും നന്നാക്കി കൊടുക്കാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. പറയും ഉപദ്രവം ഉണ്ടാക്കില്ല എന്ന് ഗ്യാരണ്ടിയാണ് നിങ്ങൾ ചെയ്ത. ഇത്രയും ഗ്യാരണ്ടി മതി, പിന്നെ അവർ വേണേ ചെയ്യട്ടെ. അല്ലെ, നമ്മളെ ഈ മരുന്നില്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞ വലിയൊരു കാര്യമല്ലേ നമ്മളെ സംബന്ധിച്ചോളം. നമ്മളൊരു നമുക്കിപ്പോ പലപ്പോഴും മരുന്നില്ലാതെയാണല്ലോ നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഇപ്പൊ 2014 15 ജമ്മു യൂണിവേഴ്സിറ്റി ഹെൽത്ത് സൈക്കോളജി ഇന്റർനാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് സ്മോക്കിങ്ങിന് വെറുതെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ പോയി. സർട്ടിഫിക്കറ്റ് കിട്ടാനൊന്നുമില്ല, വെറുതെ അവിടുത്തെ ഹെഡിനൊക്കെ പരിചയം കിട്ടിയപ്പോ ഒരു ചാൻസ് വെച്ച് തന്നതാണ്. ഏകദേശം ഒരു 40 ദിവസം കഴിഞ്ഞപ്പോ ഏകദേശം ആ ക്ലാസ് കേട്ട 10-30 പിള്ളേർ എന്നെ വിളിച്ചു, നിങ്ങൾ പറഞ്ഞ സാധനം ഞങ്ങളുടെ നാട്ടിൽ അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടി, താങ്ക് യു പറഞ്ഞു. ആരാ പോലും എനിക്കറിയില്ല. ക്ലാസ് കേട്ട കുറച്ചാൾ നമ്പർ വെച്ച് കൊടുത്തു, അവര് അപ്ലൈ ചെയ്തു, അവർക്ക് അത് ചെയ്ത പ്രശ്നം വരില്ല, റിസൾട്ട് കിട്ടി. അതാണ് ഡിസയറിന്റെ പാർട്ടാണത്. കാരണം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് താല്പര്യം ഇല്ലാത്തവരെ എങ്ങനെ നമ്മൾ മാറ്റാൻ പറ്റും, അല്ലേ? വേറെ ആർക്കും സുമാം റോയ് സാർ ആർക്കെങ്കിലും പറയാനുണ്ടോ? ദീപം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.
എനിബഡി? യെസ്. അപ്പം താങ്ക് യു വെരി സർ, താങ്ക് യു വെരി മച്ച്. നാളെ നമ്മൾ പറഞ്ഞ പോലെ നാളെയും കൂൾ ഓഫ് ടൈമാണ് ബോബൻ സാറിന്. സോ ജയൻ സാർ, താങ്ക് യു വൺസ് അഗെയിൻ. വീണ്ടും കാണാം നമുക്ക്. സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.